അമിതവണ്ണത്തെയും കുടവയറിനെയും ഒരു രോഗമായാണ് വൈദ്യശാസ്ത്രം കാണുന്നത്. കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന മറ്റ് പല രോഗങ്ങളുടെയും തുടക്കം ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്ന അസന്തുലിതാവസ്ഥയാണ് എന്നാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. ദുർമേധസ് അഥവാ അമിതവണ്ണമോ കുടവയറോ ഉള്ളവർക്കാണ് പ്രമേഹം, പ്രഷർ, ഹൃദ്രോഗം, ക്യാൻസർ, മാനസിക രോഗങ്ങൾ, വന്ധ്യത, ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ, ആർത്രൈറ്റിസ്, അലർജി തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത്. BMI നോർമൽ ആണ് എങ്കിലും കുടവയർ ഉണ്ടെങ്കിൽ അതിനർത്ഥം ശരീരത്തിൽ അമിതമായി കൊഴുപ്പടിഞ്ഞിരിക്കുന്നു, ദുർമേധസ് ഉണ്ട് എന്നാണ്. അതായത് ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളുടെയും തുടക്കം ശരീരത്തിൽ അടിയുന്ന അമിത കൊഴുപ്പിൽ നിന്നാണ്. അതായത് കുടവയറിനെയും അമിതവണ്ണത്തെയും കേവലം ഒരു സൗന്ദര്യ പ്രശ്നമായല്ല കാണേണ്ടത്. ദുർമേധസ് മൂലം പലതരം ശാരീരികവും മാനസികവുമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേർ നമ്മളുടെ ഇടയിൽ ഉണ്ട്. പലർക്കും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും ദുർമേധസ്സും തമ്മിലുള്ള ബന്ധം പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. ദുർമേധസ് എങ്ങനെയാണ് രോഗങ്ങൾക്ക് കാരണമാകുന്നതെന്നും എങ്ങനെ അമിതവണ്ണവും ദുർമേധസ്സും കണ്ടെത്താനും ദുർമേധസ് മാറ്റി ആരോഗ്യവും സൗന്ദര്യവും വീണ്ടെടുക്കാനും പ്രമേഹവും പ്രഷറും മാനസിക രോഗങ്ങളും ഹൃദ്രോഗവും ക്യാൻസറും വന്ധ്യതയും പോലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്താണ് ശരീരത്തിൽ അമിതമായി കൊഴുപ്പടിയാൻ കാരണം? എന്തുകൊണ്ടാണ് അമിതവണ്ണമോ കുടവയറോ ഉള്ളവർക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്? അമിതവണ്ണവും കുടവയറും കുറയ്ക്കാനായാൽ രോഗങ്ങൾ മാറുമോ? ശരീരത്തിൽ അടിഞ്ഞ അമിത കൊഴുപ്പ് മാറ്റാനുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? അമിതവണ്ണത്തിനായുള്ള ചികിത്സയിലെ അപകട സാധ്യതകൾ എന്തെല്ലാം? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിന്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെയും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അമിതവണ്ണമുണ്ടോ ഇല്ല, അമിതവണ്ണം ഇല്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞിട്ടുണ്ടോ? അതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ BMI ആണ് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ജനറലി നമ്മൾ കണക്കാക്കുന്നത് ഈ BMI 25-നും 25-നും മുകളിലായാൽ 30 മുതലേ ഉള്ളത് ഓവർ വെയിറ്റും 30-ന് മുകളിലാണെങ്കിൽ ഒബേസിറ്റി, അതാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അത് വെസ്റ്റേണേഴ്സിന്റെ അല്ലെ കൊക്കേഷ്യൻ വിഭാഗത്തിലാണ്. പക്ഷെ ഏഷ്യൻസിന് ബേസിക്കലി ഈ BMI 23-ന് മുകളിൽ വന്നാൽ തന്നെ ഓവർ വെയിറ്റ് ആയി, അതായത് ബോഡിയിൽ അമിത കൊഴുപ്പടിയുന്നു, കുടവയർ വയ്ക്കുന്നതാണ് ബേസിക്കലി കാണുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ വെച്ചിരിക്കുന്നത് BMI 23-ന് മുകളിലായാൽ അമിതവണ്ണം, 27-ന് മുമ്പിലാണെങ്കിൽ ഒബേസിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് ഓരോ രാജ്യത്തിനും, ചൈനയ്ക്ക് ഒരു കണക്കുണ്ട്, ജപ്പാൻ ഒരു കണക്കുണ്ട്, അങ്ങനെ ഓരോരുത്തരും ഓരോ റേഞ്ചും കൂടെ വെക്കുന്നുണ്ട്. ബേസിക്കലി ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. 23-ന് മുകളിൽ, 23-നും 21-നും ഇടയിലായാൽ ഓൾറെഡി ഓവർ വെയിറ്റ് ആയി, 27-ന് മുകളിലാണെങ്കിൽ ഒബേസിറ്റി എന്നുള്ളത്. പിന്നെ ഒബേസിറ്റിയുടെ മോർബിഡ് ഒബേസിറ്റി അങ്ങനെ 30-ന് മുകളിലാണെങ്കിൽ, 35-ന് മുകളിലാണെങ്കിൽ, 40 മുകളിലാണെങ്കിൽ അതെല്ലാം BMIയുടെ കണക്കാണ് കേട്ടോ, അങ്ങനെ പോകും. പിന്നെ ബേസിക്കലി BMI ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ മെനക്കെടാതിരിക്കും. നമുക്ക് പ്രൈമറിലി ഒന്ന് അറിയണമെങ്കിൽ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് -100 ആണ് നമുക്ക് മാക്സിമം ആകാവുന്ന വെയിറ്റ്. അപ്പൊ ഏകദേശം ഒരു BMI 25 ഒക്കെ ആയിരിക്കും. ഹൈറ്റ് നമുക്ക് ഓൺ ആൻഡ് ആവറേജ് ഒരു ആവറേജ്, നമ്മളുടെ ഇപ്പോഴത്തെ എല്ലാ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണല്ലോ,
വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തവർക്ക് ശരിക്കും അത്രയും വെയിറ്റ് ആകാൻ പാടില്ല. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിലാണ് മസിലും ബോണും ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കൊഴുപ്പായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പം നമ്മൾ സാധാരണ ഒരു മലയാളിക്കൊക്കെ ആണെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് -110 ആയിരിക്കണം. അതായത് നല്ല ജിം ബോഡി എന്താ 6 പാക്ക് ഒക്കെ ആണെങ്കിൽ ഒരു 180 സെന്റിമീറ്റർ ഉള്ള ഒരാൾക്ക് 80 കിലോ ആകാം. പക്ഷെ വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലെങ്കിൽ 180 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് 70 കിലോയെ ആകാൻ പാടുള്ളൂ. ഓർ 160 സെന്റിമീറ്റർ ഉള്ള ഒരാൾക്കാണ് 50 കിലോയെ ആകാൻ പാടുള്ളൂ. അത് കൂടുതലുണ്ടെങ്കിൽ മിക്കവാറും അവർക്ക് നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ മതി കുടവയറുണ്ടോ എന്ന് നോക്കുക. കുടവയറുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ട്. ഇതൊന്നും മസിലല്ല, ഇത് മുഴുവൻ ഫാറ്റാണ്. പിന്നെ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ നമുക്ക് കാണാം, ഈവൻ ജെൻസിനും ഭയങ്കര കുടവയറുള്ളവരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. നെക്സ്റ്റ്, ഈ കൊഴുപ്പും ആ രോഗങ്ങളും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ പണ്ട് വരുന്ന കൊഴുപ്പ് ഒരു ഇനേർട്ട് സാധനം, അതവിടെ നമുക്കൊരു സ്റ്റോറേജ് ഫാറ്റ് ആയിട്ടിരിക്കുന്നു. നല്ല വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിലുള്ളവരൊക്കെയാണ് പഴയ കാലത്തൊക്കെ വണ്ണം ഉള്ളത്. അപ്പം നമ്മളെ ഒരു സാമ്പത്തിക നിലയുടെയൊക്കെ ഒരു ഇതായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. പൈസക്കാരനാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് കുറച്ച് വടവയറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പൈസക്കാരനാണ് എന്നുള്ളതാണ് പഴയ കണക്ക്. പിന്നെ അന്നൊക്കെ നമ്മൾ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമായിരുന്നല്ലോ, അതുകൊണ്ട് കുറച്ച് വഴക്ക് വന്നാലും അത്ര പ്രശ്നം വരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരാളെ കാണുമ്പോൾ തന്നെ വടവയറുണ്ടോ, അതിൻ്റെ അടുത്ത് അയാൾക്ക് രോഗങ്ങളുണ്ടെന്ന. വേറുണ്ടെങ്കിൽ നോക്കിയാൽ മതി അയാൾക്ക് ഡയബറ്റീസിനാണോ ഹൈപ്പർ ടെൻഷനാണോ, ഇതുമില്ലെങ്കിൽ ഫാറ്റി ലിവർ, കിഡ്നി പ്രോബ്ലംസ്, മൾട്ടിപ്പിൾ രോഗങ്ങളുണ്ടാവും. അത് നമുക്ക് ഏകദേശം പ്രത്യേകിച്ച് പ്രായം കൂടുന്നതനുസരിച്ച് ഈവൻ കൊച്ചുകുട്ടികളിലാണെങ്കിൽ പോലും. അപ്പം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊഴുപ്പെന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. നമ്മൾ തൈറോയിഡ്, പാൻക്രിയാസ്, അഡ്രിനൽ എന്നൊക്കെ പറയുന്ന പോലെ ഈ കൊഴുപ്പിനകത്തും കുറെ അധികം ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും ഒന്നല്ല, പല ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ബേസിക്കലി പണ്ടൊക്കെ നമ്മൾ കണക്കാക്കിയിരുന്നത് നമ്മളുടെ ബ്രെയിനാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെന്നാണ്. ഇപ്പം ഫൈനലി വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിന് നമ്മളുടെ എല്ലാ നിയന്ത്രണങ്ങൾക്കും ഒരു പങ്കുണ്ട്. നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ വിശപ്പ്, നമ്മളുടെ ഇമോഷൻസ്, അതുപോലെ എല്ലാ നമ്മളുടെ കാര്യങ്ങൾക്ക്, ഈവൻ മറ്റു ഹോർമോണുകളെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ കൊഴുപ്പിന് അതിൽ നിന്ന് വരുന്ന കെമിക്കലുകൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ബേസിക്കലി നമ്മൾ മൊത്തത്തിൽ കൊഴുപ്പ് കൂടുതലാണ് അതിന് ഓവർഗ്രോൺ ആയിട്ടുള്ള ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാലോ, തൈറോയിഡിന് മുഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയ പ്രശ്നമായിട്ട് കാണാറുണ്ടല്ലോ, ഈവൻ ഹോർമോൺസ് കൂടുതലില്ലെങ്കിൽ പോലും. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഓവർ വെയിറ്റ് പ്രത്യേകിച്ച് കുടവയറ് വരികയാണെങ്കിൽ അതിനെ ഒരു മുഴയായിട്ട് കാണാൻ തുടങ്ങണം. അങ്ങനെ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കുടവയറെന്ന് പറഞ്ഞാൽ ഒരു ഭംഗി, ഒരു സമ്പത്തിന്റെ ഇതല്ല, ഒരു ക്യാൻസറിന്റെ അല്ലെങ്കിൽ ഒരു ട്യൂമർ. ക്യാൻസർ എന്ന് പറയുമ്പോൾ വേറൊരു ടൈപ്പാണ്. ട്യൂമർ ഇപ്പൊ ഇത് ക്യാൻസർ അല്ല, കാരണം ഇത് സ്പ്രെഡ് ചെയ്യാനൊന്നും അങ്ങനത്തെ ഇതല്ല. പക്ഷെ സ്പ്രെഡിങ് വേറൊരു രീതി വരും. മൊത്തത്തിൽ എല്ലായിടത്തേക്കും ഈ ഹോൾ ബോഡിയിൽ ഫാറ്റ് ഉണ്ടല്ലോ, എല്ലായിടത്തും ഈ ഫാറ്റ് അടിയുകയാണ്. പലയിടത്തും ഹാർട്ടിന് ചുറ്റും, കിഡ്നിക്ക് ചുറ്റും, ലിവറിനകത്തും എല്ലാം, അതുപോലെ അകത്തും പുറത്തും എല്ലാം ഫാറ്റ് അടിയാണ് ചെയ്യുന്നത് എക്സസ് ഫാറ്റ് വരുമ്പോഴേക്കും. അപ്പം ബേസിക്കലി ഇപ്പൊ നമുക്കറിയാം, ഒരു ലേഡി പ്രഗ്നന്റ് ആയിട്ടുള്ള ഇതാണെങ്കിൽ പ്രസവിച്ച് നമ്മളൊരു കുഞ്ഞിനെ കിട്ടും. ശരിക്കും പ്രഗ്നന്റ് അല്ലാതെ നമ്മൾ കുടവയറ് വയ്ക്കുകയാണെങ്കിൽ അത് ലേഡീസിനാണേലും ജെൻസിനാണേലും ഡെലിവറി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ രോഗങ്ങളെ ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, നമ്മൾ രോഗങ്ങളിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ എന്താ സംഭവിക്കുന്നത്, ഇത് കഴിയുമ്പോഴേക്കും വയറ് വയ്ക്കാൻ തുടങ്ങിയതെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് വരും. പിന്നെ അത് മെറ്റബോളിക് ഡിസീസസ് ആയി മാറും. അതിനെ നമ്മളിപ്പോൾ പറയുമല്ലോ മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ സിൻഡ്രോം എക്സ് എന്ന് പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒബേസിറ്റി ഉണ്ടാവും, അമിതവണ്ണം ഉണ്ടാവും, അതിനൊപ്പം തന്നെ പ്രഷർ അല്ലെങ്കിൽ ഷുഗർ, പിന്നെ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലായിരിക്കും. ഇതിനെയാണ് നമ്മൾ സിൻഡ്രോം എക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ നിന്നാണല്ലോ മറ്റ് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഫാറ്റി ലിവർ, ഇങ്ങനെ ഓരോ രോഗങ്ങളും തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൊഴുപ്പ് കൂടുതൽ വരും, അതിൻ്റെ കൂടെ ഈ രോഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങും. ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസും ആയിരിക്കും വരുന്നത്.
പിന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് ഉള്ളവർക്കാണ് ഇൻഫെക്ഷൻസിന് ചാൻസ് കൂടുതലുള്ളത്. നമ്മൾ ഈ കോവിഡിന്റെ സമയത്തെ അല്ലെങ്കിൽ കോവിഡിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം, ഈ ഓവർ വെയിറ്റും ഒബേസിറ്റിയും ഉള്ളവർക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനും മരണത്തിനുള്ള സാധ്യത ഒത്തിരി കൂടുതലായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് തന്നെയാണ് ഈ ലോങ് കോവിഡ് എന്ന് പറഞ്ഞൊരു, അതായത് പിന്നെയും അതിന്റെ കോവിഡിന്റെ മറ്റു പ്രോബ്ലംസുമായിട്ട് പോയിക്കൊണ്ടിരുന്നതും അങ്ങനെയുള്ളവർക്കായിരുന്നു. ഏത് ഇതിലാണേലും ഒബേസിറ്റി ഉള്ളവർക്ക് എപ്പോഴും അസുഖങ്ങളായിരിക്കും, ഒന്നെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വയറിന് അസുഖം, ഇങ്ങനെ ഓരോരോ ഇതുണ്ടാവും. അതുകൂടാതെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനത്തെ ഓരോന്നും വന്നുകൊണ്ടിരിക്കും. ബേസിക്കലി അവരൊരു ഇൽ ഹെൽത്ത് ആയിരിക്കും. പിന്നെ ജനറലി ഒരു ലെതാജിക് ആയിരിക്കും, ഒരു ജോലികളുടെ ഒരു എനർജി ഉണ്ടാവില്ല. കാരണം അത് അത്രയും ഫാറ്റും ഒക്കെ ആയിട്ട് നടക്കണമല്ലോ. ഇന്ന് എഴുന്നേറ്റ് നടക്കാൻ തന്നെ ഇപ്പൊ നമ്മള് 10 കിലോ അല്ലെങ്കിൽ 30 കിലോ കൂടുതലുണ്ടെങ്കിൽ ആ 30 കിലോ ആയിട്ട് വേണമല്ലോ നമ്മൾ നടക്കാൻ. അപ്പം നാച്ചുറലി അവർക്ക് ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയോട് ഒരു മടി വരാനും തുടങ്ങും. പിന്നെ നമ്മൾ നോക്കിയാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ലെ അലർജി, ആസ്മയുള്ളവർക്ക് പലപ്പോഴും പലരും ഒബേസ് ആയിരിക്കും. അല്ലെങ്കിൽ ഒബേസിറ്റി ഉള്ളവർക്ക് ആസ്മ, ശ്വാസം മുട്ടല്, കൂർക്കം വലി, അങ്ങനെ. പിന്നെ കൂർക്കം വലിയിൽ നിന്ന് തന്നെ നമ്മുടെ ഓക്സിജൻ കുറഞ്ഞു പോയി പല പല രോഗങ്ങളിലേക്കും വരും. അപ്പം ബേസിക്കലി എന്ത് രോഗവും ഈ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് രോഗങ്ങൾക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഈവൻ ക്യാൻസർ, ഈവൻ എന്നല്ല, ക്യാൻസർ മിക്കവാറും നമ്മൾ ക്യാൻസർ വന്ന് കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ എടുത്ത് പലരും ചിലപ്പം കുറച്ച് വെയിറ്റ് കുറയുമായിരിക്കും. പക്ഷെ ക്യാൻസർ വരുന്നതിന് മുമ്പ് ഓർ ക്യാൻസർ കണ്ടുപിടിക്കപ്പെടാതിരുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഈ ക്യാൻസറിന് മുമ്പായിട്ട് മിക്കവാറും എല്ലാവരും തന്നെ ഓവർ വെയിറ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് പ്രായമായുള്ളൂ, കുട്ടികൾ പോലും അങ്ങനെ തന്നെയാണ്. പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും ക്യാൻസറും ഒക്കെ വരുന്നത് യൂഷ്വലി അവർ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒത്തിരി വണ്ണം കൂടുതലില്ലെങ്കിലും അവർക്കും ഈ ബോഡിയിൽ ഫാറ്റ് ലെവൽ കൂടുതലായിരിക്കും. ഇപ്പൊ നമുക്ക് ഫാറ്റ് ലെവൽ നോക്കാനുള്ള മാർഗങ്ങളുണ്ട്, അത് കൂടുതലായിരിക്കും. പിന്നെ പല ന്യൂറോളജിക്കൽ പ്രോബ്ലംസും ഓവർ വെയിറ്റ് ഉള്ളവർക്ക്, ഈ ന്യൂറോപ്പതി, കയ്യിൽ തരിപ്പ്, കാലിൽ തരിപ്പ്, ഈവൻ മേജർ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസീസ്, സ്കിൻ ഡിസീസ്, ഇതിനെല്ലാം ചാൻസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ രോഗങ്ങളും ഫാറ്റും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഓവർ വെയിറ്റ് ആവണമെന്ന് തന്നെയില്ല, നമ്മുടെ ബോഡിയിലെ ഫാറ്റിന്റെ പെർസെൻറ്റേജ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ജനറലി നമ്മുടെ ബോഡിയിൽ അറൗണ്ട് 15% ഫാറ്റാണ് ഉണ്ട്. 15 to 16% ഫാറ്റാണ് ഐഡിയൽ ആയിട്ടുള്ളത്. എല്ലാത്തിനും ഒരു കോമ്പോസിഷൻ ഉണ്ട് ശരിക്കും. അറൗണ്ട് ബോഡിയിൽ നമ്മളുടെ ഓൾമോസ്റ്റ് 65% വാട്ടർ, അങ്ങനെയുള്ളൊരു കണക്കുണ്ടല്ലോ. അപ്പം 16% മസില്, അത് പ്രോട്ടീൻ, പിന്നെ ഒരു 16% ആണ് ഫാറ്റ് വരുന്നത്. അത് മെയിലിലും ഫീമെയിലിലും ഒക്കെ നമ്മൾ കുറച്ചൊരു വേരിയേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. എന്നാലും അറൗണ്ട് 15 to 16% ആണ് ഫാറ്റ് വരേണ്ടത്. അത് നമുക്കിന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഇലക്ട്രിക്കൽ ഇംപെഡൻസ് ടെസ്റ്റ് എന്നൊക്കെ ഉള്ളതുണ്ട്. പിന്നെ അതിന് അത്ര സ്പെസിഫിക് ആക്യുറസി കുറച്ച് കുറവാണെങ്കിലും പിന്നെ കൂടുതൽ ആക്യുറസി ഉള്ള ഒരു ഡെക്സാ സ്കാൻ എന്നുള്ളതുണ്ട്. പക്ഷെ ഡെക്സാ സ്കാനിന്റെ റേഡിയേഷൻ എക്സ്പോഷർ വരുന്നുണ്ട്. അത് നമുക്കൊരു റുട്ടീൻ യൂസിന് പറ്റില്ല. മറ്റേ ഇലക്ട്രിക്കൽ ഇംപെഡൻസ് വെരി സിമ്പിൾ ആണ്, അത് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് നോക്കാം. നമുക്കപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമോ, നമ്മുടെ ബോഡി കുറയുന്നുണ്ടോ, നമ്മൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടും ഫുഡ് കൺട്രോൾ കൊണ്ടും ബെനിഫിറ്റ് വരുന്നുണ്ടോ എന്നൊക്കെ അത് വെച്ച് അറിയാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ്, നമ്മളുടെ ബോഡി ഏജ്. ആക്ച്വലി നമ്മൾ ബോഡി ഏജിനെ കുറിച്ച് പറയില്ല, നമ്മൾ പ്രായമാകുന്നു, നമ്മുടെ ബോഡിയുടെ ഏജ്, ആക്സിലറേറ്റഡ് ഏജിങ്, റിവേഴ്സ് ഏജിങ് എന്നൊക്കെ പറയുമല്ലോ. ബേസിക്കലി നമ്മൾ ഈ ഏജിങ്ങും ഈ ഫാറ്റ് അക്യുമുലേഷനാണ്. ബേസിക്കലി നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രായമാകുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മൾ കൂടുതൽ വണ്ണം വെച്ച് വയറ് ചാടി വരികയാണ് ചെയ്യുന്നത്. 25 വയസ്സുള്ളവരെ നല്ല അത്ലറ്റിക് ആയിട്ടുള്ള ഒരാള് പിന്നെ ജോലിയിലൊക്കെ വന്ന് അല്ലെങ്കിൽ പിന്നെ അപ്പോഴേക്കും കളികളൊക്കെ കുറയും, അത് കഴിയുമ്പോഴേക്കും വണ്ണം വെക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് എല്ലാവരുടെയും കാര്യം അതൊരു ഇപ്പോഴത്തെ പിള്ളേർ തന്നെ ഓവർ വെയിറ്റ് ആയി പോവുകയാണ്. അതല്ല, ഞാനൊരു ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളുടെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഓവർ വെയിറ്റ് ആയി. അതാണ് ആ ഏജിങ് എന്ന് പറയുന്നത് തന്നെ, നമ്മുടെ മസിലും ബോണും കുറയുകയും ഫാറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൊഴുപ്പ് കുറയ്ക്കുകയും എക്സസൈസ് ഒക്കെ ചെയ്ത് കറക്റ്റ് ഡയറ്റും എടുത്ത് മസിലും ബോണും കൂട്ടുകയും ഫാറ്റ് കുറയ്ക്കുകയും ചെയ്യുന്ന, അതാണ് ശരിക്കും പറഞ്ഞാൽ റിവേഴ്സ് ഏജിങ് എന്ന് പറയുന്നത്. നമുക്ക് ഏജിങ് ഫാസ്റ്റർ ആകാതെ നമ്മുടെ ചെറുപ്പം നിലനിർത്താനും പറ്റും. ഈവൻ ഇങ്ങനെ ഓവർ വെയിറ്റ് വന്ന് ആക്സിലറേറ്റഡ് ഏജിങ് വന്ന് അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. അതാണ് അതിപ്പോൾ നമ്മൾ ഇപ്പോൾ എപ്പോഴും
ഞാൻ ബേസിക്കലി ഇങ്ങനെ ഓവർ വെയിറ്റ് ഉള്ളവരുടെ ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടി വെയിറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഓവർ വെയിറ്റ് ഉള്ള എല്ലാവരുടെയും ആക്സിലറേറ്റഡ് ഏജിങ് ഉണ്ടാവും. ഈ 20 വയസ്സുള്ള ആളാണ് ചിലപ്പോൾ 35-40 ആയിരിക്കും അവരുടെ ബോഡി ഏജ് വരുന്നത്. അപ്പൊ അത് കുറച്ചോണ്ട് വരുമ്പോഴാണ് അതും കൂടെ ആ വെയിറ്റ് കുറയുന്നതനുസരിച്ച് ആ ബോഡി ഏജും കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കലണ്ടർ ഏജ് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് ഡേറ്റ് അനുസരിച്ചുള്ള ഏജിനേക്കാളും നമുക്ക് നമ്മൾ ഈ ടെസ്റ്റ് ഒക്കെ നോക്കത്തിൽ കുറച്ച് നിർത്താൻ പറ്റണം. 30 വയസ്സുള്ള ഒരാൾക്ക് 25 നിർത്താൻ പറ്റണം. 60 വയസ്സുള്ള ആൾക്ക് 50 വയസ്സ് നിർത്താൻ പറ്റണം. അത് പോസിബിൾ ആണെന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ കെയർ എടുത്ത് എക്സസൈസും കറക്റ്റ് ന്യൂട്രീഷനും ഡയറ്റും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിയുടെ ഏജ് കുറച്ച് നിർത്താം. ഇപ്പം മുടി നരയ്ക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ ഈവൻ ദ സ്കിൻ ഹെൽത്തും മുടി ചുളിവില്ലാതെയും ഒക്കെ നമുക്ക് നിലനിർത്താൻ പറ്റും. ഗ്രേയിങ്ങിന് വേറൊരു മെക്കാനിസമാണ് വരുന്നത്. അത് നമുക്ക് ഓരോ ആ ഏജിന്റെ അനുസരിച്ച് നമ്മുടെ ഹെയറിന് വരുന്ന കളർ ചേഞ്ച് ആണ്. അത് നമ്മളുടെ ആരോഗ്യമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട് പ്രിമച്ചുർ ഏജ് ഗ്രേയിങ് വരുന്നത് ദറ്റ് ഈസ് ഡിഫറെന്റ്. അത് നമ്മൾ എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും അസുഖത്തിൻ്റെ ആണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രേയിങ് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ മുടി നരയ്ക്കുന്നത് നമ്മളൊരു ഏജിങ് അത് ഒരു മെച്ചൂരിറ്റിയുടെ ഭാഗമായിട്ട് മാത്രം എടുത്താൽ മതിയാവും. നെക്സ്റ്റ് നമ്മൾ ഈ ഒബേസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം അതിന്റെ കാര്യം മുഴുവൻ കൊഴുപ്പാണല്ലോ. അപ്പൊ നമ്മൾ ഈ കൊഴുപ്പിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലുള്ള അതിനെ പറയുന്നത് കൊഴുപ്പ് കോശങ്ങൾ ശരിക്കും പറയുന്നത് ആഡിപ്പോസ് ടിഷ്യൂ എന്നാണ്. അതിന്റെ മെയിൻ ഫങ്ഷൻ നേരത്തെ പറഞ്ഞാൽ ഹോർമോൺസ് ഉണ്ടാക്കാൻ. അതിനിപ്പം പലതരം ഹോർമോൺസ് ഉണ്ടായിരുന്നു. ലെപ്റ്റിൻ, അഡിപ്പോനെക്റ്റിൻ എന്നൊക്കെ പറഞ്ഞുള്ള ഹോർമോൺസ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഉള്ള പലതിൻ്റെയും ഫങ്ഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലായി വരുന്നേ ഉള്ളൂ, സ്റ്റഡീസ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതൊരു എനർജി സ്റ്റോർ ആണ്. അപ്പൊ നമുക്ക് കൊഴുപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കാർബോഹൈഡ്രേറ്റ് ആണല്ലോ നമ്മളിപ്പം ഒരു രീതി. പക്ഷെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് 1%, 1 കിലോ താഴെ ഒരു 50 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇമ്മീഡിയറ്റ് എനർജി ആയിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി ലോങ് ടൈം സ്റ്റോറേജ് ആയിട്ട് വെക്കുന്നതൊക്കെ ഫാറ്റ് ആയിട്ടാണ്. നമുക്കറിയാലോ പെട്രോളും അത് എണ്ണയാണല്ലോ. ഇതുപോലെ ഒരു എണ്ണ ഫോർമാറ്റിലാണ് അത്. മറ്റേ കാർബോഹൈഡ്രേറ്റ് ആണ് ധാന്യം, മറ്റേ ഗ്ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഓക്സിജനും കൂടെ വരും. ഓക്സിജനും പോലും മാറ്റി കാർബണും ഹൈഡ്രജനും മാത്രമാക്കി ഹൈഡ്രോ കാർബൺ ആണ്. ആ ഫോർമാറ്റിൽ നമ്മൾ ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഒരു സൈഡ്. പിന്നെ നമ്മുടെ ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫാറ്റ് തന്നെയാണ്. തീരെ ഫാറ്റ് കുറഞ്ഞു പോയാൽ നമുക്കറിയാമല്ലോ, കാണാനാണെങ്കിലും ഒരു ഭംഗിയില്ല, അണ്ടർ വെയിറ്റ് ആവുന്നതും കൊള്ളില്ല. ഓവർ വെയിറ്റ് പോലെ തന്നെ ഫാറ്റ് നല്ലതല്ല എന്നല്ല, ഫാറ്റ് വേണം, പക്ഷെ കറക്റ്റ് ആയിരിക്കണം, ഓവറായി പോകരുത്. നേച്ചറിന്റെ റൂൾ അതാണ്. നമ്മുടെ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഒന്നും കൂടി പോകാനും പാടില്ല, തീരെ കുറഞ്ഞു പോകാനും പാടില്ല. കറക്റ്റ് പ്രൊപ്പോർഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഇതിന് ഒത്തിരി പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റും ഉണ്ട്. നമ്മൾ ഈവൻ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ഒക്കെ സംരക്ഷിക്കാനും ഇൻസുലേഷൻ പോലെയും ഒക്കെ വഹിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങും കൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് താഴെയുള്ളതും. ഈവൻ എല്ലാ ഓർഗൻ്റെയും, ഈവൻ നമ്മുടെ ബ്ലഡ് വെസൽസ്, നെർവ്സ് എല്ലാം ട്രാവൽ ചെയ്യുന്ന വഴികളുണ്ടല്ലോ ഹോൾ ബോഡിയിൽ, എല്ലാത്തിനെയും കവർ ചെയ്ത് ഒരു ഫാറ്റിന്റെ പ്രൊട്ടക്ഷനും ഉണ്ടാവും. അതൊരു പ്രൊട്ടക്റ്റീവ് ആണ്. അതുപോലെ ഒരു എനർജി സ്റ്റോറാണ്. അവർക്ക് വേണേലും എപ്പം വേണേലും എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഫാറ്റിന്റെ ഒരു പർപ്പസ്. അപ്പം വെരി ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. പക്ഷെ ആ തിങ്ങി നമ്മൾ കൂടി പോരുതെന്നുള്ളതാണ്. നെക്സ്റ്റ് ഈ കൊഴുപ്പ് എങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയും. നമ്മളൊരു കെമിക്കലി നോക്കിയ ട്രൈഗ്ലിസറൈഡ്, അതായത് ഒരു ഗ്ലിസറിൻ ആറ്റം അതിലേക്ക് 3 ഫാറ്റി ആസിഡ്സ് ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഈ ഫാറ്റി ഗ്ലിസറിൻ എല്ലാത്തിനും കോമൺ ആണ്. പക്ഷെ ഫാറ്റി ആസിഡ്സ് മാറുന്നതനുസരിച്ച് അതിന്റെ ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കും. 4 തരം ഫാറ്റി ആസിഡ്സ് ആണുള്ളത്. ഒന്ന് സാച്ചുറേറ്റഡ്, പിന്നെ omega-3, 6 and 9. ഈ omega-3ക്കും 6നും ഒരു പ്രത്യേക റോളുണ്ട്. അത് നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അത് പുറത്തുനിന്ന് വരണം, അതിൽ ചില ഫോമാറ്റ്സ്. അപ്പം അതൊരു വൈറ്റമിൻ പോലെയാണ്. ആക്ച്വലി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് ഈ omega-3യും 6ഉം ഫാറ്റാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. ഈവൻ നമ്മുടെ ബ്രെയിനകത്ത് പ്രോട്ടീൻ ഒന്നും ഇല്ല, ആകെ വെള്ളവും ഫാറ്റും മാത്രമാണ് ബേസിക്കലി, വളരെ കുറച്ച് പ്രോട്ടീനേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നതും കൊഴുപ്പ് വെച്ചാണ്. അപ്പൊ ഈ ബ്രെയിൻ ഉണ്ടാക്കാനും നെർവ്സ് ഉണ്ടാക്കാനും അതിനൊക്കെ മെയിനായിട്ട് കൊഴുപ്പാണ് വരുന്നത്. ബിക്കോസ് ഈ മസിലിനാണ് പ്രോട്ടീൻ വേണ്ടി വരുന്നത്. ബാക്കിയുള്ളതൊക്കെ വെള്ളവും കൊഴുപ്പും, പിന്നെ മിനിമം മാത്രം പ്രോട്ടീനും. ഈവൻ ബ്രെയിനിനകത്ത് മിനറൽസ് ഇല്ലല്ലോ, നമുക്ക് ബോണിനകത്തൊക്കെ മിനറൽസും കൂടെ കാര്യമായിട്ട് വരും.
അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൊഴുപ്പിന്റെ കോമ്പോസിഷൻ. അപ്പൊ നമ്മളുടെ ബോഡിയിലെ ഏറ്റവും സ്ട്രക്ചറൽ ഇതിന് വേണ്ടത് omega-3 6 9 ആണ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ മെയിൻ യൂസ് അത് നമ്മുടെ എനർജി സ്റ്റോറാണ്. പക്ഷെ ബോഡി ഉണ്ടാക്കാൻ നമ്മുടെ എല്ലാ സെല്ലുകളെയും കവർ ചെയ്യുന്ന സെൽ മെംബ്രെയിനും അതുപോലെ അതിനകത്തുള്ള കൊച്ചു കൊച്ചു ഓർഗനുകളുണ്ടല്ലോ. സെൽ മെംബ്രെയിൻ, സെൽ എന്ന് പറഞ്ഞാൽ ഒറ്റൊരു സാധനമല്ലല്ലോ, കുറെ കൊച്ചു കൊച്ചു ഇതുണ്ട്. ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് മെംബ്രെയിൻസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന കൊഴുപ്പ് വെച്ചാൽ. അപ്പൊ ആ കൊഴുപ്പ് ഒമേഗ ആ കൊഴുപ്പിനകത്തെ ഫാറ്റി ആസിഡ്സ് ഏതാണെന്നനുസരിച്ചായിരിക്കും അതിന്റെ ഹെൽത്തും ക്വാളിറ്റിയും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഈവൻ ന്യൂട്രീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോലും ഇപ്പം നമുക്ക് omega-3 6 9 ഒന്നും ഇല്ല, ഉള്ളതെല്ലാം നമ്മൾ ഈ ഡാൽഡയും ഒക്കെ കഴിച്ച് സാച്ചുറേറ്റഡ് ഫാറ്റും അല്ലെങ്കിൽ ഹൈഡ്രജനേറ്റഡ് ഫാറ്റും ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ. ഫൈനലി നമ്മൾ സെല്ലുണ്ടാക്കാനും സെൽ വാൾ ഉണ്ടാക്കാനും ഈ സാച്ചുറേറ്റഡ് ഫാറ്റും ഡാൽഡെ പോലെയുള്ള ഹൈഡ്രജനേറ്റഡ് ഫാറ്റും ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഹെൽത്തും ഫ്ലെക്സിബിലിറ്റിയും ഇല്ലാതെ വരും. അപ്പൊ ന്യൂട്രീഷൻ അകത്തോട്ട് കയറാനും വേസ്റ്റ് പുറത്തേക്ക് വിടാനും ഒക്കെ ബുദ്ധിമുട്ടുകൾ വരും. അപ്പം നമ്മളുടെ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനേ ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഫാറ്റിനകത്തുള്ള ഫാറ്റി ആസിഡ്സിന്റെ കോമ്പോസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി omega-3 6 കോമ്പോസിഷനാണ് ഏറ്റവും ക്രൂഷ്യലായിട്ട് വരുന്നത് നമ്മുടെ ബോഡിയിൽ. വേറൊരു പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബോഡിയിൽ ഫാറ്റ് കൂടുതൽ അറിയുമ്പോൾ നമ്മുടെ ബോഡിയുടെ എലമെന്റ്, അതായത് നമ്മൾ ഓരോ സാധനങ്ങൾ, ഓരോ മൂലകങ്ങൾ അല്ലെങ്കിൽ ഓക്സിജൻ, ഹൈഡ്രജൻ, വാട്ടർ അങ്ങനെ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൊപ്പോർഷനും തെറ്റുകയാണ്. ബേസിക്കലി നമ്മളുടെ ബോഡിയിലെ എലമെന്റൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞ് ഓക്സിജൻ ആണ് 65%, കാർബൺ ആണ് നെക്സ്റ്റ് മെയിൻ ആയിട്ട് വരുന്നത് 18.5%, പിന്നെ ഹൈഡ്രജൻ ആണ്, അതൊരു 9.5% വരും. പിന്നെ ഉള്ളത് നൈട്രജൻ ആണ്, അത് 3.5. ബാക്കി എല്ലാം കൂടെ കൂട്ടി ഒരു 4% വരുള്ളൂ. അതിൽ തന്നെ കാൽസ്യം ആണ് മെയിൻ ആയിട്ടുള്ള മിനറൽ ആയിട്ട് വരുന്നത്, അതൊരു 1.5% വരും. ഫോസ്ഫറസ് ഒരു 1% വരും. ബാക്കിയുള്ളതെല്ലാം വളരെ സ്മോൾ, 1% താഴെ, ഒരു എല്ലാം കൂടെ കൂട്ടി ഒരു 2% ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, വെയിറ്റ് കൊഴുപ്പടിഞ്ഞ് നമ്മുടെ വെയിറ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാർബണും ഹൈഡ്രജനും, ഹൈഡ്രോ കാർബൺ ആണല്ലോ, അത് രണ്ടുമാണ് കൂടുന്നത്. ജനറലി നമ്മൾ സ്പീക്കിംഗ്, നമ്മൾ വെള്ളത്തിന്റെ അളവ് നമുക്ക് ഏകദേശം ഒരു 60 to 70% വാട്ടറാണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. അതിന്റെ പ്രൊപ്പോർഷനും തെറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം കൊഴുപ്പ് കൂടുന്നത്, കൊഴുപ്പിന് കാര്യം വേറൊന്നുമില്ല, ഈ ട്രൈഗ്ലിസറൈഡ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ജസ്റ്റ് ഫാറ്റ് മാത്രമാണ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബണുമാണ്. അപ്പൊ നമ്മുടെ ഈ ബോഡിയിലെ എലമെന്റൽ കോമ്പോസിഷൻ തന്നെ തെറ്റും. നമുക്കറിയാം നമ്മുടെ നേച്ചറുമായിട്ട് നമ്മുടെ വാട്ടറും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട്. അപ്പം നമുക്ക് അറിയാം ഈ വേലിയേറ്റം, വേലിയിറക്കം, അതുപോലെ ഫുൾമൂണും അല്ലെങ്കിൽ അമാവാസി ദിവസമൊക്കെ തമ്മിൽ വേരിയേഷൻ വരുമല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സൈക്യാട്രിക് പ്രോബ്ലം അല്ലെങ്കിൽ ചിലതരം ആസ്മയൊക്കെ ഉള്ളവർക്ക് പലപ്പോഴും ഈ വാവും ഒക്കെ ആയിട്ട് ബന്ധം വരുന്നുണ്ടല്ലോ. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മളുടെ ആകർഷണം, നമ്മളുടെ മറ്റ് ഗ്രഹങ്ങളും ഒക്കെ തമ്മിലുള്ള ആകർഷണം, ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഉള്ളിലെ വെള്ളം കുറയുകയും അല്ലാത്ത ഈ കൊഴുപ്പെല്ലാം കൂടുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഈവൻ മാനസിക ഫിറ്റ്നസ്സും ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ വെയിറ്റ് കുറയ്ക്കാൻ അല്ലെ ഒബേസിറ്റി ഉള്ളവർക്ക് വേണ്ടി എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഉള്ളതെന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാം, ഭക്ഷണം കൂടുതൽ കഴിച്ചുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നത്. അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുക. ആകെ 2 മാർഗ്ഗമേ ഉള്ളൂ, ഒന്ന് ഭക്ഷണം കുറയ്ക്കുക, ഒന്ന് എക്സസൈസ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പറ്റാതെ, ഇതുകൊണ്ട് കുറയാതെ വരുമ്പോഴാണ് പലപ്പോഴും മെഡിക്കേഷനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പൊ സാധാരണ എന്ത് രോഗമായിട്ട് ചെന്നാലും, പ്രഷർ ആണേലും കൊളസ്ട്രോൾ ആണേലും ഡയബറ്റീസ് ആണേലും ആർത്രൈറ്റിസ് ആണേലും എപ്പോഴും ഡോക്ടേഴ്സ് പറയും വെയിറ്റ് കുറയ്ക്കാൻ. പക്ഷെ ആരും വെയിറ്റ് കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഡോക്ടർമാർക്ക് മരുന്ന് എഴുതി തരേണ്ട വരുന്നത്. ഡയബറ്റീസ് 10 കിലോ ഒക്കെ കുറഞ്ഞാൽ പോകാത്ത ഡയബറ്റീസ് ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളതാണ് പലർക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയാണ്, എക്സസൈസ് ചെയ്യാനും മടിയാണ്, ഭക്ഷണം കൺട്രോൾ ചെയ്യാനും മടിയാണ്. ചുറ്റും ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, അതിൽ നമ്മൾ ഈ ടേസ്റ്റ് മേക്കേഴ്സും അതും ഇതും എല്ലാം ഇട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോലും മെനക്കെടേണ്ട ബേക്കറി ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈവൻ ഫോണിൽ സ്വിഗ്ഗി എല്ലാം നമുക്ക് എപ്പം വേണേലും ഓർഡർ എടുത്താൽ
ഒരു ഭക്ഷണം ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ ആ സാധനത്തിനോട് കൊതി വന്ന് അപ്പം നമ്മൾ ഫോണിൽ ഓർഡർ ചെയ്ത് വീട്ടിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡിന്റെ പ്ലെന്റി ആയിട്ട് ഫുഡും അത് ഈ നമ്മളുടെ ടേസ്റ്റ് ഒക്കെ മാസ്ക് ചെയ്ത് സാധനങ്ങളും കൂടെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഹൈപ്പർ പാലറ്റബിൾ ഫുഡ്, അതാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യലി കളറും പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സും ഒക്കെയുള്ള ഫുഡും കൂടെ വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റാതെ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ റിഡക്ഷന് വേണ്ടിയിട്ട് ഇപ്പം എന്താ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അബ്സോർബ് ചെയ്യാതിരിക്കാനായിട്ട്, പിന്നെ അല്ലെങ്കിൽ അപ്പറ്റൈറ്റിനോടുള്ള വിശപ്പ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ ഈ മരുന്നുകളൊക്കെ പലപ്പോഴും ബ്രെയിനിൽ ആക്ട് ചെയ്ത് വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന മരുന്നുകൾ, അല്ലെങ്കിൽ വയറിനുള്ളിൽ നിന്ന് ഭക്ഷണം അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഈവൻ സർജറി ആണെങ്കിലും ഇത് വയറിനുള്ളിൽ നിന്ന് ഭക്ഷണം അബ്സോർബ് ചെയ്യാതിരിക്കാൻ ചില ഈ കുടലിന്റെ ഭാഗങ്ങളൊക്കെ മറിച്ച് മാറ്റുമ്പോൾ കുറച്ച് അപ്പറ്റൈറ്റ് കൺട്രോളിനും കുറച്ച് ബെനിഫിറ്റ് കിട്ടും. ഇതൊക്കെയാണ് ഇതിനകത്ത് ബേസിക്കലി ഇത് തന്നെയാണ്. അതായത് നമ്മൾ എന്ത് ഇതാണേലും ഇതിൽ വരുന്നത് ഭക്ഷണം അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ അബ്സോർപ്ഷനെ കുറയ്ക്കുക, ഭക്ഷണം കഴിക്കുന്നതിനെ കുറപ്പിക്കുക, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ പല മരുന്നുകളും വന്നിട്ട് നമ്മളത് വിത്ഡ്രോ ചെയ്യേണ്ടി വരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെയൊക്കെ പല മരുന്നും ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നിർത്തിപ്പോവാണ് ചെയ്ത്. അത് വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നു, ഞാനൊക്കെ ഈ പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് നമ്മളൊക്കെ വളരെ ഞാൻ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഒരു 2 or 3 months മാത്രം കൊടുത്തിരുന്ന മരുന്നാണ്. അതായത് അവർ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര പലർക്കും ഫുഡ് കൺട്രോളിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ ഈവൻ 40 years ബാക്ക് മുതൽ ഉണ്ടായിരുന്ന മരുന്ന് ഒരു 10 or 15 years ബാക്ക് അതൊക്കെ ബാൻ ചെയ്തു. എത്രയോ വർഷങ്ങൾ, 10-50 വർഷം മാർക്കറ്റിൽ ഉണ്ടായിരുന്ന മരുന്ന് വിശപ്പ് കുറയ്ക്കുന്ന, അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വെറുതെ മേടിച്ചുകൊണ്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും, ഫുഡും കൺട്രോൾ ചെയ്യല, മരുന്ന് മാത്രം കഴിക്കും. അപ്പൊ അതിനൊക്കെ എന്തോ ഹാർട്ടിന് പ്രോബ്ലം വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളതൊക്കെ നിർത്തിപ്പോയി. ഇപ്പൊ ആകെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മരുന്ന് ഇപ്പം നമുക്ക് മാർക്കറ്റിലുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അത് ശരിക്കും ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത മരുന്നാണ്, ഡയബറ്റീസിനായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് അത് അതിനെക്കുറിച്ച് പലപ്പോഴും കാണാം നെറ്റിലൊക്കെ, ബ്ലാക്ക് മാർക്കറ്റിൽ ഈ മരുന്ന് മേടിച്ച് ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്ന ഒരു മരുന്നാണ് അത്. GLP-1 അഗനിസ്റ്റ് ഓർ ഇൻക്രിപ്റ്റിൻ മയോമെറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു മെഡിസിൻ ആണ്. അതിന്റെ ഇഫക്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ, അത് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂട്ടും. അതുപോലെ ഇൻസുലിന് പാരലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അപ്പൊ ഗ്ലൂക്കഗോണിനെയാണ് അതാണ് GLP-1 അഗനിസ്റ്റ് എന്ന് പറയുന്നത്. ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ് 1 അഗനിസ്റ്റ്, ആ ഒരു ആക്ടിവിറ്റിയാണ് അത് വരുത്തുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യത്തിന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു ഹോർമോണിന്റെ പണി. അതിനെ ഒരു ബ്ലോക്ക് ചെയ്യുന്നത് പോലെ വരും. അതാണ് ലിറാഗ്ലൂട്ടൈഡ്, സെമാഗ്ലൂട്ടൈഡ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകളാണത്. അത് ഡയബറ്റീസിനായിരുന്നു. ഇപ്പൊ പക്ഷെ അത് ഒബേസിറ്റിക്ക് വേണ്ടിയിട്ടും പലരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് അതിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആർക്കാണ് അത് ശരിക്കും ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഷോർട്ട് ടൈമിൽ നല്ല കറക്റ്റായിട്ടൊരു ശരിക്കും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ടോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ക്ലിനിക്കൽ സപ്പോർട്ടോടെ ഒരു വെയിറ്റ് റിഡക്ഷൻ ഒക്കെ എടുക്കുകയാണ്, അതായത് ഡയറ്റ് കൺട്രോൾ ചെയ്ത് എക്സസൈസും ചെയ്തുകൊണ്ട് ചെയ്യുമ്പം ചിലർക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ, ഫുഡിനോടുള്ള ആ ക്രേവിങ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ ഓവർ വെയിറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഡയബറ്റീസിനൊന്നും ഞാൻ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ് ചെയ്യുന്നത്. ഡയബറ്റീസിന്, ടൈപ്പ് 2 ഡയബറ്റീസിനൊന്നും, അതായത് ഈ GLP-1 അഗണിസ്റ്റ് എന്നുള്ള മരുന്നുകളൊന്നും ഒരാവശ്യമേ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കറക്റ്റ് നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ, അല്ലാതെ തന്നെ വിതിൻ 24 to 48 hours നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും, കറക്റ്റ് ന്യൂട്രീഷനും എക്സസൈസും വെച്ചുണ്ട്. പക്ഷെ അല്ലാതെ ഈ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് മാത്രം നോക്കുന്നവർക്കാണെങ്കിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ പലപ്പോഴും പേഷ്യൻസ് അത് 2 ദിവസം തൊട്ട് അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. അല്ലാതെ തന്നെ അവരുടെ വിശപ്പും ഒക്കെ കൺട്രോൾ ആവുന്നുള്ളത്. അത് കറക്റ്റ് ന്യൂട്രീഷൻ കിട്ടിക്കഴിയുമ്പോഴേക്കും തന്നെ അതിലേക്ക് ഉള്ള ഒരു ഇൻട്രസ്റ്റ് പോകും. കാരണം ഇതിന്റെയൊക്കെ സൈഡ് ഇഫക്റ്റും കൂടെ ഓർക്കുമ്പം ശരിക്കും സൈഡ് ഇഫക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അതൊന്നും ഉപയോഗിക്കാൻ തന്നെ തോന്നുന്നില്ല. കാരണം ഇതിന്റെ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സൈഡ് ഇഫക്റ്റാണ്. അപ്പൊ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുക, വയറിൽ ഗ്യാസ് കെട്ടുക, അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെ പല ഗ്യാസ്ട്രിക് സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഇതിൽ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗോൾ ബ്ലാഡർ പ്രോബ്ലംസ്, പോളിപ്പ് അല്ലെങ്കിൽ സ്റ്റോൺ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുക. അതുപോലെ പാൻക്രിയാറ്റൈറ്റിസ്, അക്യൂട്ട് പാൻക്രിയാസിന് നീർക്കെട്ട് വന്ന്
ചിലപ്പോൾ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിലേക്കൊക്കെ പോകാം. പ്രത്യേകിച്ച് ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവർ ഫുഡ് കൺട്രോൾ ചെയ്യാതെയും കൂടെ വരുമ്പോൾ, അതുപോലെ ആൽക്കഹോളോ അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിനുള്ള സാധ്യത കൂടും. പിന്നെ അതുപോലെ വേറൊരു കോംപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നത് തൈറോയ്ഡ് ക്യാൻസറാണ്. അപ്പം ഈ തൈറോയ്ഡ് ഒരു സീസൽ കാർസിനോമ എന്ന് പറയുന്ന ഒരു ലിവറിലെ മെഡുലറി കാർസിനോമ എന്ന് പറഞ്ഞൊരു തൈറോയിഡിനുള്ള ചാൻസ് കൂടുതല. അതൊരു ബ്ലാക്ക് ബോക്സ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു അതിൽ കൊടുക്കണമെന്നുള്ളതാണ് ഇത്തരം മരുന്നുകളിൽ. അപ്പം അങ്ങനെ പോലും ഇത് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ആകെ ഇതിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ശരിക്കും ഈ മരുന്ന് യൂസ് ചെയ്യുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഈ ബിഞ്ച് ഈറ്റിങ്, അതായത് ഇങ്ങനെ ക്രേവിങ് കാരണം കുറെ അധികം ഒന്നിച്ചെടുത്ത് കഴിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ഷോർട്ട് ടൈമിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ ഷോർട്ട് ടൈമിലാകുമ്പം കോംപ്ലിക്കേഷൻസ് അത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം കോംപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ അത് ഓവറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് അതും വെരി ക്ലിയർ സൂപ്പർവിഷനോടെയൊക്കെ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പാൻക്രിയാറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അമൈലേസും ലൈപ്പേസും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് വേണം അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഓപ്പറേഷനുകളാണ്. ഇപ്പം നമ്മൾ ബലൂണ് വയറിനകത്തേക്ക് ഒരു ബലൂൺ വീർപ്പിച്ച് വെക്കുക, അതായത് നമ്മൾ അവിടെ സ്പേസ് ഇല്ലാതിരിക്കാൻ. അപ്പോൾ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വിശപ്പ് ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും അത് ഒരു കാലത്ത് അതൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് കുറെ ഒക്കെ ചെയ്തെങ്കിലും പലർക്കും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പലരും അത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഡോക്ടേഴ്സിനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും മാറ്റി തരണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് മാറ്റുന്ന കാരണം എനിക്കൊന്ന് ഇപ്പം കേരളത്തിലൊന്നും അതങ്ങനെ ഒരു ട്രീറ്റ്മെന്റ്, നമ്മുടെ ഇവിടെ ഒന്നും അധികം ട്രീറ്റ്മെന്റ് ആയിട്ട് അത് ഈ ബലൂൺ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതേസമയത്ത് ഗ്യാസ്ട്രക്ടമി, അതായത് സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയും, അതായത് ഈ ആമാശയത്തിന്റെ സൈസ് കുറയ്ക്കുന്നത്. ശരിക്കും ആമാശയത്തിന് ഒരു 500 to up to 1 liter ഒക്കെ വരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനെ ഒരു 15 to 20 ml മാത്രമാക്കി കുറയ്ക്കുക, അതായത് ആമാശയം നമ്മൾ കട്ട് ചെയ്ത് കുറയ്ക്കുക, അതാണ് അതിൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചെറുകുടലിനെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്ത് അതിൻ്റെ കുറെ കൂടെ താഴത്തിൽ അതിനെ ബ്ലൈൻഡ് ആക്കി ഇടുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷനുകളാണ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഇത്തരം ഓപ്പറേഷൻ ചെയ്യുമ്പം വെയിറ്റ് കുറയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ആകെ ലിക്വിഡ് ഡയറ്റ് ഒക്കെ കഴിക്കാൻ പറ്റുള്ളൂ, ഒന്നും കഴിക്കാൻ പറ്റില്ല. ആക്ച്വലി ഇത് വെയിറ്റ് കുറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ജജനം ചില കുടലിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയതോടുകൂടി അവിടെ കുറെ ഒരു ഹോർമോണൽ വേരിയേഷൻ വരും. പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല, സൈസ് കുറഞ്ഞു പോയില്ല, അപ്പൊ ഒന്നും കഴിക്കാൻ പറ്റില്ല. അവിടെ അല്ലെങ്കിൽ മുറിവുകളും വയറിനകത്ത് മുറിവും എല്ലാം കൂടെ വരുമ്പോൾ വിശപ്പ് ഉണ്ടാവുകയില്ല, ഉണ്ടെങ്കിലും കഴിക്കാനും പറ്റില്ല, കഴിക്കാച്ചാൽ തന്നെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ വരും. അതുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാതെ, അതായത് നമ്മൾ മനസ്സായിട്ട് കഴിക്കാതെ ഇരിക്കുന്നു, അതുകൊണ്ട് ബലമായിട്ട് കുടല് തന്നെ അല്ലെ ആമാശയം കുടലും ഒക്കെ അങ്ങ് മുറിച്ച് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് കൊണ്ടാണ് ഈ വെയിറ്റ് കുറയുന്നത്. അപ്പൊ ഈ വെയിറ്റ് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് കുറയുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഈ സ്കിന്നൊക്കെ തൂങ്ങി വരും. അതുമാത്രമല്ല ഇവർക്ക് ന്യൂട്രീഷൻ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുകയില്ല, കാരണം പിന്നെ ഇത്തിരി അല്ലേ കഴിക്കാവുള്ളൂ. അപ്പൊ നമ്മുടെ ഈ സാധാരണ ഭക്ഷണം അരിയും ഗോതമ്പും ഒക്കെ എന്ത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ന്യൂട്രീഷനും കിട്ടിയില്ല. അപ്പൊ ഇതും കൂടെ വന്നു കഴിയുമ്പോൾ ഈ സ്കിന്നൊക്കെ തൂങ്ങി വന്ന് മൊത്തത്തിൽ ഒരു ഹെൽത്തിലേക്ക് പോകാം. പിന്നെ ചില വൈറ്റമിൻസ് ഒക്കെ ഇപ്പൊ കുടലിന്റെ ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ആമാശയത്തിലാണ് ശരിക്കും ഒരു ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു ഇതുണ്ട്. അത് ഉണ്ടെങ്കിലേ നമുക്ക് B12 ഒക്കെ വൈറ്റമിൻ ബി കോംപ്ലക്സിലെ ഒരു B12 എന്ന് പറഞ്ഞ വൈറ്റമിനെ ഒക്കെ അബ്സോർബ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അപ്പൊ അതൊന്നും പിന്നെ ഉണ്ടാവില്ല. അത് കാരണം അവർക്ക് ലൈഫ് ലോങ് ശരിക്കും ഈ B12 ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. പല മൾട്ടിപ്പിൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരാം. ഇതൊക്കെയാണ് ഇത്തരം സർജറിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ. പിന്നെ ഇതൊരു മേജർ സർജറിയാണ്. ഇപ്പൊ കീഹോൾ വെച്ചൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും സർജറി വെരി മേജർ സർജറിയാണ്. പലരും പല കോംപ്ലിക്കേഷൻസിലേക്കും പോകാനുള്ള സാധ്യതയും കൂടെ ഒരു സിമ്പിൾ സർജറി അല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഈ കുടലിനകത്തൊക്കെ ഉള്ളത് ഇങ്ങനെ ഡൈജസ്റ്റീവ് എൻസൈംസ് ആണല്ലോ. അപ്പൊ അവിടെയൊക്കെ എന്തെങ്കിലും ഇതൊക്കെ സ്റ്റിച്ചൊക്കെ ഇടുവാണല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് കൂടാതെ വരുമോ, ലീക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മേജർ കോംപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പൊ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പലരും കൊണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സെപ്റ്റിസീമിയ വന്ന് റീനൽ ഫെയിലിയർ വന്ന് പിന്നെ കിഡ്നി മാറ്റി വെച്ച് കഴിയുമ്പം ഈ സ്റ്റിറോയിഡ്സും ഇമ്യൂണോസപ്രസൻസും ഒക്കെ കഴിഞ്ഞ് പിന്നെ ക്യാൻസർ വന്ന് അങ്ങനെ പല കോംപ്ലിക്കേഷൻസിലേക്കും പോയ ഇവൻ വെരി ഫേമസ് പേഴ്സണാലിറ്റീസ് ഒക്കെ അങ്ങനെ സർജറി ഒക്കെ ചെയ്ത് വിതിൻ 1 or 2 years
മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരേണ്ട വന്നിട്ടുണ്ട്. അപ്പം ഇത്തരം സർജറീസിനെ ഒന്നും നമ്മൾ സിമ്പിളായിട്ട് കാണരുത് എന്നുള്ളതാണ്. പിന്നെ ഉള്ള ഒരു സർജറി ലൈപ്പോസെക്ഷനാണ്. കൊഴുപ്പ് മാത്രം സക്ക് ചെയ്ത് മാറ്റിക്കളയുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പുറമെ സ്കിന്നിനടിയിൽ ഇറങ്ങിയിരിക്കുന്ന കൊഴുപ്പിനെ മാത്രമേ അങ്ങനെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ഒരു 6-7 കിലോ ഒക്കെ വെയിറ്റ് കുറയ്ക്കാൻ അത് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ അതുകൊണ്ടൊരു മേജർ, അത് ശരിക്കും പറഞ്ഞ ഷേപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ബോഡി ഒന്ന് ഷേപ്പ് ചെയ്യാൻ, നമ്മൾ ലേഡീസൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിലേക്കൊക്കെ കൊണ്ടുവരാൻ ബാക്കി ഓവർ വെയിറ്റ് എല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ്. ഒരു വെയിറ്റ് റിഡക്ഷന് വേണ്ടി ലൈപ്പോസെക്ഷൻ ഒരു വലിയ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇതല്ല. പക്ഷെ ലൈപ്പോസെക്ഷനും അതിൻ്റെ കൂടെ ഈ സ്കിൻ പ്ലാസ്റ്റിക് സർജറിയും ഒക്കെ കൂടെ ചെയ്ത് പലതരം സർജറികളും ഈ ഒരു കോസ്മെറ്റിക് സർജറിയുടെ ഭാഗമായിട്ടും ചെയ്യാറുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ ഈ കൊഴുപ്പ് കൂടുന്നത് കൊണ്ടും ഓവർ വെയിറ്റ് കൊണ്ടുള്ള പ്രോബ്ലംസ് പറഞ്ഞു. അതുപോലെ നമ്മൾ എന്താണ് അവൈലബിൾ ട്രീറ്റ്മെന്റ് എന്നുള്ളത് പറഞ്ഞു. ട്രീറ്റ്മെന്റിൽ നമുക്കറിയാം ഇഷ്ടംപോലെ കോംപ്ലിക്കേഷൻസും വരാം, മരുന്നാണേലും ഓപ്പറേഷൻ ആണേലും. അപ്പൊ എന്താണ് ഏറ്റവും സിമ്പിൾ ആയിട്ടും സേഫ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്നുള്ളതാണ്. അത് വളരെ ക്ലിയർ ആണ്. ഇത് ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്. കൂടുതൽ കാലറി ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നു. കാലറി എന്തിനാ വരുന്നത്? കാർബോഹൈഡ്രേറ്റ്, അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ്, ഇതിലെല്ലാം കാലറി റിച്ച് ആണ്. അതിനകത്ത് വേറെ കാര്യമായിട്ടൊന്നും ന്യൂട്രീഷൻ വലിയ കാര്യമായിട്ടൊന്നും വരുന്നില്ല. അപ്പം ഈ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കി അതേസമയത്ത് ന്യൂട്രീഷൻ കൂടുതലുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഒക്കെ ഉള്ള ഇലക്കറികൾ, പ്രത്യേകിച്ച് ഇലക്കറികൾ, ലീഫി വെജിറ്റബിൾസ്, അതിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. അതുപോലെ പയറുവർഗ്ഗങ്ങൾ, നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ മോഡറേറ്റ് ആയിട്ട് ഫിഷ്, മീറ്റ്, എഗ്ഗ് പോലെയുള്ള ഐറ്റംസും കഴിക്കുക. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതാണ് ചെയ്യേണ്ടത്. അരി, ഗോതമ്പ്, മധുരം ഒക്കെ കുറയ്ക്കുക. ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ തന്നെ വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്, അതും മോഡറേറ്റ് ആയിട്ട്. കാരണം അതിനകത്ത് ഫൈനലി വരുമ്പോൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത്. ഈവൻ പച്ചക്കറിയും സലാഡും എന്നൊക്കെ പറഞ്ഞ് ഓവറായിട്ട് എടുത്ത് കഴിച്ചാലൊന്നും വെയിറ്റ് കുറയില്ല. വെയിറ്റ് കുറയണമെങ്കിൽ നമ്മളൊരു കാലറി കണ്ടന്റ് ഒരു 650 കാലറിയിലേക്ക് കുറച്ച് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്ര നല്ലത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമുക്കൊരു 650 എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര എത്തിക്കുക. എന്നിട്ട് കൂടുതൽ എക്സസൈസ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ബേൺ ഔട്ട് ചെയ്യണം. പക്ഷെ ഉള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഈ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കിട്ടുകയും കൂടെ ചെയ്യണം. ഈ 650 കാലറി വെച്ചുകൊണ്ട് ഇങ്ങനെ ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചാലഞ്ചായിട്ട് വരുന്നത്. നമ്മളെപ്പോഴും ഒരു ഡയറ്റ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു 2000 കാലറി ബേസ്ഡ് ഡയറ്റാണ്. 2000 കാലറി ബേസ്ഡ് നല്ല സാമാന്യ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾക്കാണ് നമുക്ക് 2000 കാലറി ഡയറ്റ് കിട്ടുന്നത്. അതിൽ നമുക്ക് അത്യാവശ്യം ന്യൂട്രീഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ലോ കാലറി ഡയറ്റിൽ ന്യൂട്രീഷൻ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അതാണ് പലപ്പോഴും പലർക്കും ഈ വെയിറ്റ് കുറയ്ക്കാൻ പറ്റാത്തതിൻ്റെയും ഒരു റീസൺ വരുന്നത്. നമ്മളുടെ ബോഡിയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 57 ന്യൂട്രിയൻസ് വേണം. അതിൽ ഏറ്റവും പ്രധാനം വെള്ളവും ഓക്സിജനോ, അത് പിന്നെ നമുക്ക് പ്ലെന്റി കിട്ടും. ബാക്കിയുള്ള 55 ഐറ്റംസ്, 14 വൈറ്റമിൻസ്, 14 മിനറൽസ്, ഓൾമോസ്റ്റ് 20 അമിനോ ആസിഡ്സ്, പിന്നെ 4 ഫാറ്റി ആസിഡ്സ്, അതിൽ തന്നെ omega-3 ഉം 6ഉം വേണം. ഒപ്പം തന്നെ ഡയറ്ററി ഫൈബറും വേണം. ഓൾമോസ്റ്റ് 25 grams ഓഫ് ഡയറ്ററി ഫൈബർ വേണം. എന്നാലേ നമ്മുടെ ഇൻഡസ്റ്റൈനിന്റെ മൂവ്മെന്റ്സും അതിനകത്തുള്ള ജീവികൾക്കും ഒക്കെ പ്രോപ്പർലി ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് എത്തിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ കഴിക്കും എന്നുള്ളതായിരിക്കും പലപ്പോഴും ഒരു ചാലഞ്ചായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഒത്തിരി വണ്ണമൊക്കെ ഉള്ള ആൾക്ക് ഓടാനും ഈവൻ നടക്കുന്നത് തന്നെ അവർക്ക് പലപ്പോഴും അവരിൽ ആർത്രൈറ്റിസും പ്രോബ്ലംസും ഉണ്ടാവും. അപ്പം ആർത്രൈറ്റിസും കൂടെ ഉള്ളവർക്കാണെങ്കിൽ ഒട്ടും നമുക്ക് നടക്കാൻ പറ്റില്ല. നടന്നാൽ പിന്നെയും ഉള്ള തേയ്മാനം വീണ്ടും കൂടും. അപ്പം എക്സസൈസ് ചെയ്യണം. അത് എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് 650 മസിൽസ് ഉണ്ട്, 230 ബോൺസ് ഉണ്ട്. ഇതിനെല്ലാം ആക്ടിവേറ്റ് ചെയ്യണം. എന്നാലാണ് നമ്മളുടെ ഈ ആക്ടിവേറ്റഡ് ആയി അതൊക്കെ വർക്ക് ചെയ്യുമ്പം നമ്മൾ അതിൽ നിന്ന് ചില ഹോർമോൺസുകൾ വരും, മയോകൈൻസ്, അതുപോലെ ഓസ്റ്റിയോക്ലാസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞു വരും. ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പറ്റൈറ്റിനെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആകും. വിശപ്പൊക്കെ കുറയും. എക്സസൈസ് ചെയ്താൽ നമ്മുടെ വിശപ്പ് കുറയും. നമ്മളെപ്പോഴും കരുതും എക്സസൈസ് ചെയ്യുമ്പോഴേക്കും വിശപ്പ് വരുമെന്ന്. ശരിക്കും അങ്ങനെയല്ല. എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യും, വെള്ളം കറക്റ്റായിട്ട് കുടിക്കുകയും ചെയ്താൽ നമ്മൾ പലപ്പോഴും പലരും വിശക്കുമായിരിക്കില്ല, അവർക്ക് വിശപ്പും ദാഹവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം വിശക്കും ദാഹിക്കുമ്പോൾ അല്ലെ വെള്ളത്തിന്റെ കുറവുള്ളപ്പോഴും പോയി ഭക്ഷണം എടുത്ത് കഴിക്കും. അത് ഈ ബിസ്ക്കറ്റും ഫ്രൈസും ഒക്കെ ആയിരിക്കും കഴിക്കുന്നത്.
അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും വണ്ണം കൂടുന്നത്. നമുക്ക് വിശപ്പ് തോന്നുമ്പോൾ ആദ്യം നമ്മൾ പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ളവർ ആദ്യം 1-2 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക. എന്നിട്ട് ഒന്നും കൂടെ ആലോചിച്ചിട്ട് മാത്രം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസും ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർ കഴിക്കാൻ പാടില്ല. എപ്പോഴും ഒരു സൂപ്പോ അല്ലെങ്കിൽ ഒരു സെമി സോളിഡ് ഐറ്റംസ് മാത്രമാണ് അവർ കഴിക്കേണ്ടത്. എന്നാലേ നമുക്കൊരു ഫില്ലിംഗ് എഫക്റ്റ് വരുള്ളൂ. അതൊക്കെയാണ് നമ്മൾ ഓവർ വെയിറ്റിൽ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ കഴിയുന്നതും ലീഫി വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ, അല്ലെ ഫിഷോ മീറ്റോ ഒക്കെ ഉള്ളൊരു സൂപ്പ് ഫോർമാറ്റിൽ കഴിക്കാം. മോർ വാട്ടർ ഉള്ളിൽ ചെല്ലുന്നത് പോലെയാക്കാം. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിൽ തന്നെ ഇപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാവരും നമ്മൾ നട്ട്സ്, ഈ ഓയിൽ, ഫ്രൈസ് ഇതൊക്കെ കൂടുതൽ കഴിക്കും. അങ്ങനത്തെ നട്ട്സും, പ്രത്യേകിച്ച് നട്ട്സ് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്തെല്ലാം തന്നെ ഒമേഗ-6 കൂടുതലാണ്. അപ്പം നമ്മുടെ ആ ഒമേഗ-3-6 ബാലൻസ് പോകുമ്പോൾ അതും രോഗങ്ങളുണ്ടാക്കും. കൂടുതലും ഓവർ വെയിറ്റ് ഉള്ളവർക്കൊക്കെ കുറെ രോഗങ്ങളും കൂടെ ഒപ്പം കൂടുതലുണ്ടാവില്ല. അപ്പം പക്ഷെ പല രോഗങ്ങളും ഉണ്ട്, പല മരുന്നും കഴിക്കുന്നുണ്ട്. ഡയബറ്റീസിന് 3-4 മരുന്ന്, പ്രഷറിന് 3-4 മരുന്ന്, കൊളസ്ട്രോളിന്, ഫാറ്റി ലിവർ, അതിൻ്റെ കൂടെ ഹാർട്ടിന് വേണ്ടിയിട്ട് ബ്ലഡ് തിന്നേഴ്സ്, ഹാർട്ട് അറ്റാക്ക്, ഇതെല്ലാം കൂടെ ഉള്ളവർക്ക് സ്വയം നമ്മുടെ ജീവിതശൈലി, അതായത് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കൺട്രോൾ പറ്റില്ല. പ്രത്യേകിച്ച് ഡയബറ്റീസിൻ്റെ മരുന്ന്. കാരണം മരുന്ന് കഴിക്കുന്നവർക്ക് എല്ലാവർക്കും വയറിന് അസ്വസ്ഥത ഉണ്ടാവും. ഈ വയറിന് അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെറും വയറ്റിലേക്ക് നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർ ഡെഫിനറ്റ്ലി ഒരു ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടി മാത്രമേ ലൈഫ് സ്റ്റൈലിൽ കറക്ഷൻ പറ്റുള്ളൂ. ഈ സെൽഫായിട്ട് നോക്കാവുന്നതൊക്കെ സിമ്പിളായിട്ടുള്ള, മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്തവർ, മരുന്ന് കഴിക്കുന്നില്ലാത്തവർക്ക് ഈസി ആയിട്ട് സെൽഫായിട്ട് മനസ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഫുഡ് അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്ത് സെൽഫായിട്ട് എക്സസൈസും ചെയ്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാത്തവർ ഒരു ഗൈഡഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് ന്യൂട്രീഷണൽ സപ്പോർട്ട് എടുത്തുകൊണ്ട്, സ്പെഷ്യൽ ന്യൂട്രീഷണൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ബേസിക്കലി ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അതായത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനോടുകൂടി ഏത് രോഗമുള്ളവർക്കാണ്, മിക്കവാറും എല്ലാവർക്കും തന്നെ വെയിറ്റ് റിഡക്ഷൻ കൂടെ വേണ്ടി വരും. ഇപ്പോൾ ഡയബറ്റീസിന് വരുന്നവരാണെങ്കിലും, ഹൈപ്പർ ടെൻഷനുള്ളവരാണെങ്കിലും, ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിലും, ആർത്രൈറ്റിസ് പേഷ്യൻസ് ആണെങ്കിലും, ഇതെല്ലാം നമ്മൾ കാണുന്നത് കൊഴുപ്പ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് കുറച്ച് നമ്മുടെ ആ കൊഴുപ്പിന്റെ ഒമേഗ-3-6 ബാലൻസ്, കാരണം ഇതെല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളാണല്ലോ. അപ്പം കൊഴുപ്പ് ഒമേഗ-6 ഒത്തിരി കൂടുതലായിരിക്കും. ഇതും കൂടെ കറക്റ്റ് ചെയ്താലേ അവരുടെ രോഗം മാറുള്ളൂ. അപ്പൊ കറക്റ്റായിട്ട് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ ഏകദേശം ഒരു 650 കാലറി, പക്ഷെ എല്ലാ ന്യൂട്രീഷനും ഇൻക്ലൂഡിങ് ഫൈബർ വേണ്ടത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ, ഒരു ഡിസ്കംഫോർട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഒരു 3 months കൊണ്ട് ജനറലി നന്നായിട്ട് നോക്കുന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ നല്ല സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അതായത് ഇതൊരു ടീച്ചിങ് കോഴ്സ് പോലെയാണ്. ട്രീറ്റ്മെന്റ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ജീവിതശൈലി എങ്ങനെയാണ് കറക്റ്റ് ആക്കിക്കൊണ്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു കോഴ്സ് പോലെയാണ്. അപ്പൊ കറക്റ്റായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് 20% 3 months കുറയ്ക്കാൻ പറ്റും. അതായത് ഒരു 100 കിലോ ഉള്ള ഒരാളെ 80 കിലോ ആക്കിയ ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന് പറയാം. ഒരു 15 കിലോ, അതായത് 100 കിലോ ആള് 85 കിലോ ആണ് ആക്കിയെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് പറയാം. ഒരു 100 കിലോയും 90 കിലോ എന്ന ഒരു ജസ്റ്റ് പാസ്, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചിലരൊക്കെ ഉണ്ട് 100 കിലോന്ന് പിന്നെ 75 കിലോ വന്നിട്ടുള്ളവർ, അതായത് 25% വരെ കുറച്ചിട്ടുള്ളവരുണ്ട്. എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റായിട്ട്, ന്യൂട്രീഷൻ സപ്പോർട്ട് എല്ലാം കറക്റ്റായിട്ട് എടുത്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ എക്സസൈസ് ചെയ്താൽ അത്ര 25% 3 മാസം കൊണ്ട് കുറഞ്ഞാൽ പോലും ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ്. ഓൺലി തിങ് ഒരു മോർ ലൈറ്റ് ആയിട്ട് തോന്നും. ഇപ്പം ഒരു 100 കിലോ ഉള്ള ആൾ 75 കിലോയിലേക്ക് വരുമ്പോൾ ആ ലൈറ്റ്നെസ് വരുമല്ലോ. എന്തൊക്കെ രോഗം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ കൂടെ മാറുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ മുട്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവര് ഇത് കുറയ്ക്കുമ്പോഴേക്കും അവരുടെ ഇതൊക്കെ മാറിയിട്ടുണ്ടാവും. ഈവൻ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, ഫസ്റ്റ് ഓവർ വെയിറ്റുകാരെല്ലാം ടൈപ്പ് 2 ഡയബറ്റീസ് ആണല്ലോ. ഫസ്റ്റ് ഡേ തന്നെ എത്ര ഡയബറ്റിക് മെഡിസിനും ഇൻസുലിനും ഉണ്ടെങ്കിലും നമുക്ക് നിർത്തിയിട്ട് നമ്മൾ വെറുതെ ഇനിയിപ്പോൾ കൂടുവോ, ഇത്ര മരുന്ന് കഴിച്ചുകൊണ്ടെങ്കിൽ ഞാൻ നിർത്തിയാൽ എങ്ങനെയാണ്? ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത്. വീട്ടിലിരുന്ന് തന്നെ ഷുഗർ നോക്കാമല്ലോ. അപ്പൊ ഷുഗർ തന്നെ നമുക്ക് തന്നെ കാണാം. ഡയബറ്റീസിന് മരുന്നെടുത്തിട്ട് കുറയാത്ത ഷുഗർ മരുന്നില്ലാതെ കുറഞ്ഞുകൊണ്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത്. അത് ഷുഗറിന്റെ ഒക്കെ കാര്യം വിതിൻ 2 hours നമുക്ക് റിസൾട്ട് അറിയാം. യൂഷ്വലി എത്ര ഷുഗർ കൂടി നിൽക്കുന്നവർക്കാണെങ്കിലും കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ വിതിൻ 24 hours ഷുഗർ നോർമൽ ആവും എന്നുള്ളതാണ്. പിന്നെ ഉള്ളി തിങ് അതിൻ്റെ അടുത്ത് പിറ്റേ ദിവസം അത് കഴിഞ്ഞ് അതിന് ഷുഗർ കൂടുതലായല്ലോ,
എന്ന് പറഞ്ഞ് കുറച്ച് ഐസ്ക്രീം എടുത്ത് കഴിക്കുകയോ ബിരിയാണി എടുത്ത് കഴിക്കുകയോ ചെയ്താൽ കൂടും. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് എല്ലാം സ്റ്റെബിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങനത്തെ കാർബോഹൈഡ്രേറ്റ് ഡയറ്റിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരാനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളുടെയും തുടക്കം ശരീരത്തിൽ അമിതമായി അടിയുന്ന കൊഴുപ്പും അതിൽ നിന്നും പുറത്തു വരുന്ന ഇൻഫ്ലമേഷനുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കളുമാണ്. ജീവിതശൈലി രോഗങ്ങൾ എല്ലാം ഇൻഫ്ലമേഷൻ വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളാണ്. അമിത കൊഴുപ്പിനൊപ്പം വ്യായാമമില്ലാത്ത ജീവിതശൈലിയും കൂടിയാകുമ്പോൾ ഇൻഫ്ലമേഷൻ സാധ്യത വർദ്ധിക്കുന്നു. 2, ഉത്തമ ഭക്ഷണവും ഉത്തമ വ്യായാമവും വഴി ശരീരത്തിലെ അസ്ഥികളും പേശികളും ശോഷിക്കുന്നത് തടയുകയും ഭക്ഷണത്തിൽ മിതത്വം പാലിച്ച് അമിതമായി ശരീരത്തിലടിഞ്ഞ് കൊഴുപ്പും വിഷാംശവും മാറ്റാൻ ശ്രമിക്കുകയുമാണ് ആരോഗ്യത്തിലേക്കുള്ള സുരക്ഷിത മാർഗം. 3, എളുപ്പവഴി എന്ന നിലയിൽ വിശപ്പ് കുറയ്ക്കാനും അബ്സോർപ്ഷൻ കുറയ്ക്കാനും ഉള്ള മരുന്നുകളെ ആശ്രയിക്കുകയോ ആമാശയത്തിന്റെ വലിപ്പം കുറച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതാക്കുകയും കുടലിനെ ബൈപ്പാസ് ചെയ്ത് ആഗിരണം കുറയ്ക്കുക തുടങ്ങിയ ചികിത്സാ മാർഗങ്ങൾ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. 4, ഭക്ഷണത്തിൽ ഉത്തമ ന്യൂട്രീഷനും വ്യായാമത്തിലൂടെ രക്തയോട്ടം ഉറപ്പാക്കി എല്ലാ ശരീരകോശങ്ങളെയും ഉത്തേജിപ്പിക്കാനും കഴിഞ്ഞാൽ അമിതവണ്ണവും കുടവയറും മാത്രമല്ല പ്രഷറും ഷുഗറും കൊളസ്ട്രോളും രക്തക്കുഴലുകളിലെ ബ്ലോക്കും ആർത്രൈറ്റിസും കൂർക്കം വലിയും ഉറക്കത്തിലെ ശ്വാസതടസ്സവും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെ തടയാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധ്യമാവും. 5, ജീവന്റെ ഇരിപ്പിടമാണ് ശരീരം. ഓരോ ജീവിയുടെയും ജനിതക ഘടനയും കഴിക്കുന്ന ഭക്ഷണവും ചെയ്യുന്ന മാനസികവും ശാരീരികവുമായ പ്രവൃത്തികളുമാണ് അവരുടെ ശരീരത്തിന്റെയും ചിന്തകളുടെയും പ്രവൃത്തികളുടെയും അടിസ്ഥാനം. പഴം ഒരു കിളി കഴിച്ചാൽ കിളിയുടെ ശരീരത്തിന്റെ ഭാഗമാകും, മനുഷ്യൻ കഴിച്ചാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഗമാകും. കിളിയുടെ ശരീരം പ്രവർത്തിക്കുന്നത് കിളിയുടെ കോശങ്ങളിലെ DNA-യിൽ എഴുതി വച്ചിരിക്കുന്നതനുസരിച്ചും മനുഷ്യ ശരീരം പ്രവർത്തിക്കുന്നത് മനുഷ്യകോശങ്ങളിലെ DNA-യിൽ എഴുതി വച്ചിരിക്കുന്നതനുസരിച്ചുമാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. 6, ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാനും മറിച്ച് ജീവിതം എന്താണ് എന്ന് അനുഭവവേദ്യമാക്കി തരുന്ന ശരീരത്തിനെ വളർത്താനും നിലനിർത്താനുമാണ് ഭക്ഷണം എന്ന കാര്യം ഓർമ്മിക്കണം. അമിത ഭക്ഷണം ആരോഗ്യം നശിപ്പിക്കും. 7, മനുഷ്യ ശരീരത്തിന്റെ ഷേപ്പ്, ആകൃതി എന്തായിരിക്കണം എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. ജങ്ക് ഫുഡ് കഴിച്ച് അമിതമായി കൊഴുപ്പടിഞ്ഞ് വ്യായാമമില്ലാതെ അസ്ഥികളും പേശികളും ക്ഷയിച്ച് ശരീരത്തിന്റെ ലീൻ മാസ് ഫാറ്റ് മാസ് അനുപാതം തെറ്റാതെ നിലനിർത്താനും അങ്ങനെ ആരോഗ്യം ഉത്തമമായി നിലനിർത്താനും പഠിപ്പിക്കുക എന്നതാവണം വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം. 8, ആരോഗ്യമുള്ള വ്യക്തികളാണ്, ജനതയാണ് ഏത് സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും സമ്പത്ത്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ചെറുപ്പക്കാർ കൂടുതലുള്ള ഭാരതത്തിന് അമിതവണ്ണവും ദുർമേധസ്സും തടയാൻ കഴിയേണ്ടത് വളരെ പ്രധാനമാണ്. 9, എന്തും അമിതമാകുന്നത് പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ശരീരത്തിൽ അടിയുന്ന അമിത കൊഴുപ്പ് ഒരു വിഷവസ്തു പോലെയാണ് പ്രവർത്തിക്കുന്നത്. 10, നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പിന്റെ അനുപാതവും പ്രധാനമാണ്. കൊഴുപ്പിലെ omega-3 ഫാറ്റ്, omega-6 ഫാറ്റ് എന്നീ ഘടകങ്ങളാണ് ഇമ്മ്യൂണിറ്റിയെയും ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. omega-3-6 അനുപാതം തെറ്റാനിടയായാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരും. 11, ഓർമ്മിക്കുക, അമിതവണ്ണവും കുടവയറും ഒരു രോഗമാണ്. നേരത്തെ കണ്ടെത്തി ഭക്ഷണവും വ്യായാമവും ക്രമീകരിച്ച് സ്വയം രോഗമുക്തിക്കായി ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിന്റെയോ ഓപ്പറേഷന്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ.
ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിന്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും. ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുൻപായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവെക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തുകയും അമിതവണ്ണം ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിന്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, കിഡ്നി, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും
വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് എന്താണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഈ ഒബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളവർക്ക് എന്ത് ബെനിഫിറ്റ് ആണെന്ന്. അപ്പം ഞാൻ ബേസിക്കലി ജസ്റ്റ് അമിതവണ്ണം ഉള്ളവരുടെ കാര്യങ്ങളല്ല പറയുന്നത്. അമിതവണ്ണം അതിൻ്റെ കൂടെ രോഗങ്ങളും കൂടെ ഉള്ളവരാണ്. നമ്മൾ എല്ലാ രീതിയിലുള്ള രോഗമൊന്നും ഇല്ലാതെ അമിതവണ്ണം മാത്രം, പ്രത്യേകിച്ച് ഈ ലേഡീസൊക്കെ ആണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒന്ന് ഷേപ്പ് ആകണം അങ്ങനെയൊക്കെ ഒന്ന് നോക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് കറക്റ്റ് ചെയ്ത് എനിക്ക് ഇതാവണം, യൂഷ്വലി മോഡൽസ് പോലെയുള്ളവരോ അല്ലെങ്കിൽ ഈ ഇതിലുണ്ടല്ലോ എയർ ഹോസ്റ്റസിൻ്റെ ഒക്കെ സെലക്ഷന് വേണ്ടിയിട്ട്, ഈവൻ മറ്റ് ഉള്ള ജോബ് സംബന്ധമായും ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് പലരും ഇത് വരുന്നുണ്ട്. അപ്പം രോഗമുള്ളത് പോയിന്റ് ഓഫ് വ്യൂയിലും കൂടെയാണ് ഞാൻ ഇതിനകത്ത് എക്സാമ്പിൾസ് പറയുന്നത്. കാരണം രോഗവും ഒബേസിറ്റിയും കൂടെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വേണമല്ലോ. അപ്പം ഇദ്ദേഹം ഒരു 68 വയസ്സുള്ള മെയിലാണ്. 172 സെന്റിമീറ്റർ പൊക്കവും 106 കിലോയാണ് തൂക്കം. അദ്ദേഹത്തിന് പ്രഷറുണ്ട്, ഷുഗറുണ്ട്, തൈറോയിഡിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രസിംഗ് ആയിട്ടുള്ള പ്രോബ്ലം വെരിക്കോസ് വെയിൻ ആണ്. വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് 2000 വെയിൻ സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞ് ഒരു ഓപ്പറേഷൻ, അതായത് വെയിൻ തന്നെ എടുത്തു കളഞ്ഞു, രക്തക്കുഴലുകളെ തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലുകളുടെ എടുത്തു കളയുന്നതോടുകൂടി വെയിൻ സ്ട്രിപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് ഓടാനുള്ള വഴിയും കൂടി ഇല്ലെന്നാക്കി കളയുക. ശരിക്കും ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതി അല്ലത്. സയന്റിഫിക്കലി നമ്മൾ നോക്കിയാൽ അതൊരു കറക്റ്റ് അല്ല, ഈ വെയിൻ ഉള്ളതും കൂടി എടുത്തു കളയാന്നുള്ളത്. ശരിയാണ്, അന്നേരം കുറച്ച് ഭംഗി അതിൻ്റെ വലിയ തടിച്ചെടുക്കുന്ന വെയിനൊന്നും കാണുകയില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും പ്രോബ്ലംസിലേക്ക് വരും. ഇദ്ദേഹം തന്നെ അതിനൊരു എക്സാമ്പിളാണ്. ആ സർജറി കറക്റ്റ് അല്ല, അങ്ങനെ ചെയ്താൽ ഫ്യൂച്ചറിൽ പ്രോബ്ലം വരുമെന്നുള്ളതിന്. അത് കഴിഞ്ഞ് 2021 അയാൾക്ക് വീണ്ടും സർജറി ചെയ്തു, ലേസർ സർജറി ചെയ്തു. ഇപ്പൊ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ ഹീലിംഗ് അൾസറാണ്. ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ട് കാലിന് വേദനയും നീരും പഴുപ്പുമാണ്. അപ്പൊ ഉറങ്ങാൻ പോലും പറ്റാത്തുള്ള ഒരവസ്ഥയാണ്. നീർക്കെട്ടും ഇൻഫെക്ഷനും എല്ലാം കൂടെ ഉണ്ടെന്നുള്ളത്. ആ സ്റ്റേജിലാണ് ഇദ്ദേഹം വരുന്നത്. ടെസ്റ്റുകളുടെ ഒന്നും ഞാൻ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഒത്തിരി ടൈം എടുക്കും. ഒത്തിരി പല ന്യൂട്രീഷണൽ, ഒത്തിരി ഓവർ വെയിറ്റ് ഉണ്ടെങ്കിലും പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ട്. മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഡയബറ്റീസ് അത്ര കൺട്രോൾഡ് അല്ല. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ ഒത്തിരി കൂടുതലുണ്ട്. ഈവൻ യൂറിൻ മൈക്രോ ആൽബുമിൻ ഉണ്ട്, കിഡ്നിയെ ബാധിച്ചിട്ടുണ്ട്. കാരണം പ്രഷറും ഷുഗറും ഉണ്ട്, അതിൻ്റെ കൂടെ ഒബേസിറ്റിയാണ്. അപ്പം പിന്നെ ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഒത്തിരി കൂടുതലാണ്. ലിവർ, ഫാറ്റി ലിവർ, ഇത് നാച്ചുറലി എല്ലാവർക്കും ഉണ്ടാവും. ഫാറ്റി ലിവറും ലിവർ സിറോസിന്റെ തുടക്കമുണ്ട്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ട്. തൈറോയിഡിന്റെ മെഡിസിൻസ് എടുക്കുന്നുണ്ടോണ്ട് തൈറോയിഡ് ഹോർമോൺ കൺട്രോളിലാണ്. അല്ല, ഈവൻ TSH ഈ മരുന്നൊക്കെ ഉണ്ടായിട്ട് എന്നിട്ട് TSH കൂടുതലാണ്, TPOയും AMM ഒക്കെ കൂടുതലാണ്. അപ്പൊ അതാണ് ഇദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ. ആൻഡ് നമ്മൾ റിസൾട്ടിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇദ്ദേഹത്തിന്റെ ഡയബറ്റീസിന്റെ മരുന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ നിർത്തും. ഇതിന് വീക്കായപ്പോൾ തന്നെ 2 ആഴ്ച ആയപ്പോഴേക്കും പ്രഷറിന്റെ മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്തി. പിന്നെ ആകെ ഉള്ളത് ഒരു തൈറോയിഡിൻ്റെ നമ്മൾ യൂഷ്വലി കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ കുറച്ചും കൂടെ സമയമെടുക്കും. 3 months ആയപ്പോഴേക്കും ഈവൻ തൈറോയിഡിന്റെ മരുന്ന് പോലും, ലിവോതൈറോക്സിൻ പോലും ഇല്ലാതെ തന്നെ തൈറോയ്ഡ് ലെവല് കറക്റ്റ് ആയെന്നുള്ള. പക്ഷെ ഓട്ടോഇമ്യൂൺ ആന്റിബോഡി ലെവല് കറക്റ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സമയമെടുക്കും. അത് ഫുള്ളി ഇതാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അതായത് ഇത്രയും 106 കിലോ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 172 സെന്റിമീറ്റർ ഉള്ളൂ. മാക്സിമം ആകാവുന്ന 70 കിലോയാണ്. അത് 3 മാസം കൊണ്ട്, ആക്ച്വലി ഒരാഴ്ച കൊണ്ട് തന്നെ 106 കിലോയിൽ നിന്ന് 102 വന്നു. 4 കിലോ കുറച്ചെന്നുള്ളതാണ്. ഫൈനലി ബേസിക്കലി ഒരു 90 ദിവസം ആയപ്പോഴേക്കും 86 കിലോയിലേക്ക് വരാൻ പറ്റി. അപ്പോൾ ഓൾമോസ്റ്റ് 20 kg കുറയ്ക്കാൻ പറ്റിയെന്നുള്ളത് ഇറ്റ്സ് എ വെരി ഗുഡ് റിസൾട്ടാണ്. അപ്പം അദ്ദേഹത്തിന് അതിനുള്ളിൽ ഒരു 2 മാസം ആയപ്പോഴേക്കും 1 month ആയപ്പോൾ തന്നെ കാലിന്റെ വേദനയും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി.
അപ്പോഴേക്കും 3 months ആയപ്പോഴേ അദ്ദേഹത്തിന് വീണ്ടും ജോലി ചെയ്യാനുള്ള, കാരണം അതുവരെ 68 വയസ്സാണെങ്കിലും കുറച്ച് ഫൈനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉള്ളവരാണ്. അവർക്ക് അപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു സ്വന്തം നിലയിലുള്ള ജോലികൾ, ഷോപ്പൊക്കെ പോലെയുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് ജോലിയിലേക്കൊക്കെ തിരിച്ചു കയറി സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള നിലയെത്തി. പക്ഷെ ഐഡിയലി നമ്മളിപ്പോ 86 വരെ ആയിട്ടുള്ളൂ. ഇനി എത്രയാണെങ്കിലും ഒരു 10 കിലോയും കൂടെ കുറയ്ക്കണം. ഐഡിയലി ശരിക്കും പറഞ്ഞ ഈ പ്രായത്തില് 172 സെന്റിമീറ്റർ ഉള്ള ഒരാൾക്ക് ഇത് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. അപ്പൊ ശരിക്കും ഇവരൊരു 60-65 കിലോയിൽ നിർത്തേണ്ടതാണ്. അപ്പം ഫ്യൂച്ചറിൽ അത്രയും കുറയ്ക്കാനാണ് നമ്മൾ അഡ്വൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അടുത്ത ഒരു ലേഡിയാണ്, 141 സെന്റിമീറ്റർ പൊക്കം, 70 കിലോ വെയിറ്റ്. അവരുടെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഒട്ടും നടക്കാൻ, ശരിക്കും വീൽ ചെയറിലായിപ്പോയി, നടക്കാൻ പറ്റൂല. ഒരു 1-2 കഷ്ടി ഒരു വോക്കറിലൊക്കെ വെച്ച് നോക്കിയാൽ ഫ്യൂ സ്റ്റെപ്പ് നടക്കാം, ആ നിലയിലാണ്. ശരിക്കും അവർ വരുന്നത് തന്നെ വീൽ ചെയറിൽ, അല്ല നടന്നൊന്നും കൊണ്ടുവരാവുന്ന പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല. യൂഷ്വലി നമ്മൾ നടന്നു വരാത്ത നമ്മൾ ഒരു ബേസിക് ഹെൽത്ത് വേണമെന്നുള്ളതാണ്. നടന്ന് വരാൻ പറ്റുന്നവർ മാത്രമാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് നമ്മൾ എടുക്കാറുള്ളൂ. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ അതുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അവർക്ക് വീൽ ചെയറിൽ വന്നോളാം, അവർ ബാക്കി നോക്കിക്കോളാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് ശരിക്കും പറഞ്ഞ ഈ ഇതിലേക്ക് വരുന്നത്. കാരണം പലപ്പോഴും അതിന് പറ്റിയല്ല. അവരുടെ കൂടെയുള്ള സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ എന്തൂസിയാസ്റ്റിക് ആയതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ട്രീറ്റ്മെന്റ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. കാരണം 72 വയസ്സുള്ള ലേഡിയാണ്, ഇത്രയും ഓവർ വെയിറ്റും ആണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് മനസ്സിലാക്കണം. 72 വയസ്സുണ്ട്, 70 കിലോ ആണ് തൂക്കം, 141 വീൽ ചെയർ ബൗണ്ടാണ് ബിക്കോസ് ഓഫ് ഒബേസിറ്റി. അതിന്റെ കൂടെ പ്രഷറുണ്ട്, പിന്നെ ആർത്രൈറ്റിസ് ആണ് മേജർ പ്രോബ്ലം. പ്രഷറിന് മാത്രമേ മരുന്നെടുക്കുന്നുള്ളൂ. അപ്പൊ ശരിക്കും ഇവര് 30 കിലോയാണ് ഓവർ വെയിറ്റ്. അപ്പം ഈ പേഷ്യന്റ് പക്ഷേ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഉള്ള ഒരു പേഷ്യൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ലാത്തവരാണ്. അപ്പൊ ഇതൊരു ആശ്രമമാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആശ്രമത്തില് വോളണ്ടിയേഴ്സ് പോലെയുള്ളവരാണ് ഇവരെ നോക്കുന്നത് ശരിക്കും. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റിലാണ് ശരിക്കും ഇവർ വന്ന് ഇത് ചെയ്യുന്നത്. അപ്പം 70 കിലോ ഉണ്ടായിരുന്ന ആള് 1 മാസം കൊണ്ട് ഒരു 63 കിലോയിലേക്ക് കുറഞ്ഞു. കറക്റ്റ് 10%, അതാണ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന നമ്മൾ പറയുന്നത് അതാണ്. പക്ഷെ അവര് ആ റേഞ്ചിലേക്ക് 63 കിലോയിലേക്ക് 63.4 കിലോ, ശരിക്കും 0.4-6 കുറവ്, അത്രയേ ഉള്ളൂ. അത്രയും കുറച്ചു എന്നുള്ളതാണ്. അപ്പം അപ്പോഴേക്കും അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീൽ ചെയറിൽ വരണ്ടാത്ത സ്റ്റേജിലെത്തി. അത്യാവശ്യം വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് നടക്കാവുന്ന ഒരു സ്റ്റേജ് എത്തി. 60 ദിവസം ആയപ്പോഴേക്കും ശരിക്കും 61ലേക്ക് വന്നുള്ളൂ. അപ്പൊ ഇച്ചിരി ഉഴപ്പി എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പൊ ആദ്യത്തെ പക്ഷെ എന്നാലും ആദ്യം അത്രയും കിട്ടിയല്ലോ. 90 ഡേയ്സ് ആയപ്പോഴേക്കും 56ലേക്ക് വന്നു. അപ്പം ടോട്ടൽ നോക്കി കഴിയുമ്പോൾ ബേസിക്കലി 20% വെയിറ്റ് റിഡക്ഷൻ കിട്ടിയെന്നുള്ളതാണ്. അപ്പോഴേക്കും അവർക്ക് ബേസിക്കലി നടക്കാറായി. അന്നേരമാണ് നമ്മളവരുടെ കാലൊക്കെ നേരത്തെ ഇരിക്കുകയാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഇത്രയും വയ്യാത്തൊരു നമ്മൾ യൂഷ്വലി ഇങ്ങനെ ഈ എക്സ്റേയും അങ്ങനെ ഒന്നും എടുക്കാൻ പറയില്ല. കാരണം അവർക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മളൊരു പ്രോപ്പർലി എക്സ്റേ പോലും എടുക്കാൻ പറ്റില്ല. അപ്പൊ ആക്ച്വലി 90 ഡേയ്സ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് അവരുടെ കാലുകളെല്ലാം വളഞ്ഞുപോയി. ഹിപ്പിലും മേജർ പ്രോബ്ലം കൊണ്ട് 2 കാലുകളും നീയും ഒക്കെ വളഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും 90 ഡേയ്സ് ആയപ്പോഴേക്കും അവർക്ക് സെൽഫായിട്ട് സപ്പോർട്ട് ഇല്ലാതെ നടക്കാവുന്ന ഒരു സ്റ്റേജ് വന്നുള്ളതാണ്. അപ്പൊ അവര് അപ്പോഴേക്കും 56 kg ആണ്. ആക്ച്വലി അവർ 120 ഡേയ്സ് ആയപ്പോഴേക്കും അവർ അറൗണ്ട് 51 kgയിലേക്ക് വന്നു. ഇനിയിപ്പോ അവരുടെ വെയിറ്റ് ഇനിയും കുറയേണ്ടതുണ്ട്. അവർ സപ്പോർട്ട് ചെയ്യുന്നവർ നന്നായിട്ട് നോക്കുന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പോസിബിൾ ആകുന്നത്. പിന്നെ അതും ഇതുമൊക്കെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ഇവർ കൊടുക്കില്ല. അപ്പൊ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട്, അതായത് ഈ നമ്മളൊരു സിമ്പതി കാണിച്ചോ അയ്യോ ഒന്നും കഴിക്കുന്നില്ലല്ലോ ചോദിക്കുമ്പോൾ അതൊക്കെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുകയില്ല. വെയിറ്റ് റിഡക്ഷൻ പറ്റില്ല. അപ്പൊ വെയിറ്റ് റിഡക്ഷൻ പ്രത്യേകിച്ച് ഒബേസിറ്റിയും ഇങ്ങനെയുള്ളവർ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് നമ്മൾ സിമ്പത്തി വെച്ച് അയ്യോ ഒന്നും ചോദിച്ചാൽ എങ്ങനെ കൊടുക്കാതിരിക്കുന്നതെന്നൊന്നും നോക്കിയാൽ പറ്റൂല. നമ്മൾ ഈ സപ്പോർട്ട് ന്യൂട്രീഷനകത്ത് നമുക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ട്.
പിന്നെ അതുപോലെ ബാക്കി ബ്ലഡ് പാരാമീറ്റേഴ്സും എല്ലാം നോക്കിക്കൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് കൊടുക്കുന്ന സപ്പോർട്ട് ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കഴിക്കുക. കൂടാതെ പറയുന്ന അളവിൽ കുറച്ച് ഫിഷോ മീറ്റോ ഇലക്കറികളോ വാട്ടോ നമുക്ക് വേണ്ടത് കഴിക്കാം. ഇത് കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം ഇഷ്ടമുള്ളത് എന്ത് വേണേലും കഴിക്കാം. അപ്പം നമ്മൾ അതെല്ലാം അബ്സോർബ് ചെയ്യാതിരിക്കാനായിട്ട് ഉള്ള മരുന്നുകൾ, മെഡിസിൻസ് ഉണ്ട്. ഇപ്പം അബ്സോർപ്ഷൻ കുറയ്ക്കാനുള്ള മെഡിസിൻസും ഉണ്ട്. അതുപോലെ ആ ഇൻഡസ്റ്റൈൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ, നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ മോട്ടിലിറ്റി കൂട്ടി കളയാൻ. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് എത്രയാണെങ്കിലും ക്രേവിങ് വരുമല്ലോ, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. ബാക്കിയുള്ള ദിവസം സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവർക്ക് ഒരു 40 kg വരാം. 40 kg ആകുമ്പോഴേക്കും ഇവൻ ആ കറക്റ്റായിട്ട് നമ്മൾ സ്പെഷ്യൽ ന്യൂട്രീഷൻ ഓയിൽ വെച്ച് മസാജ് ചെയ്യാനും ഒക്കെ പറയും ഇത് വരുന്നുണ്ട്. അപ്പൊ ഈവൻ ഈ വളവുകളിലും ഡാമേജും വന്നിരിക്കുന്നത് എല്ലാം ആർത്രൈറ്റിസ് പേഷ്യൻ്റ്. ഈവൻ ചിലർക്ക് കൈക്കൊക്കെ ഡിഫോമിറ്റീസ് വരുമല്ലോ ആർത്രൈറ്റിസ് കാരണം. ഇവർക്ക് പക്ഷേ മേജർ ജോയിന്റിനാ, കാലിലെ ഇതിലുമൊക്കെയാണ്, ഹിപ്പിനും ഇതിലുമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് മെയിൻലി വന്നിരിക്കുന്നത്. അപ്പം അതും നമുക്ക് കുറച്ചുകൊണ്ട് വന്ന ആ വളവുകളും എല്ലാം കുറച്ച് കംപ്ലീറ്റ് ഒന്നും മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് എത്ര എഫേർട്ട് എടുക്കുന്നു, 6 മാസം കൊണ്ട് കംപ്ലീറ്റ് മാറണമെന്നില്ല. പക്ഷെ വീണ്ടും ഗ്രാജുവലി, കാരണം ഇത്രയും ഡിഫോംഡ് ആയി പോയവർക്കൊക്കെ കുറച്ച് നാളും കൂടെയും കൂടെ സപ്പോർട്ട് വേണ്ടി വരും. പക്ഷെ എന്നാലും എല്ലാം കറക്റ്റ് ചെയ്ത് ഒരാള് ബോണ്ടായപ്പോൾ അവർക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്ത് നടക്കാവുന്നുള്ള നിലയിൽ എത്തിക്കുക എന്ന് പറയുന്നത് വലിയ ഒരിതാണല്ലോ, സ്വന്തം നിലയിൽ. അത് ഈ 71 വയസ്സിൽ പോലും ഇത് സാധ്യമാവും എന്നുള്ളതാണ്. അത്രയും പ്രായമായവർക്ക് പോലും വെയിറ്റ് റിഡക്ഷൻ പോസിബിൾ ആണ്. ഇവൻ ഈ പേഷ്യന്റ് തന്നെ കാണിച്ചു തരുന്നത് നമുക്ക് 20%, അതായത് ഡിസ്റ്റിങ്ഷൻ ലെവലിലേക്ക് ഇതൊക്കെ ചെയ്യുന്ന എക്സസൈസ് എല്ലാം കിടന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇവർക്ക് നടക്കാൻ തന്നെ പറ്റൂലല്ലോ. പിന്നെ ഇപ്പം കുറച്ചു നേരം നമ്മൾ നടത്താം. ആദ്യത്തെ സമയത്ത് നമ്മൾ വെയിറ്റ് ബെയറിങ്ങേ പറയുന്നില്ല, നടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ 1 month കഴിഞ്ഞിട്ട് ഒരു 10 minute, പിന്നെ ഇപ്പം കുറച്ച് ½ an hour to 1 hour ഡെയിലി നമ്മൾ നടക്കുന്ന പോലെ ആക്കി ബാക്കിയുള്ള എക്സസൈസും കൂടി കൂട്ടി. ഇതാണ് നമുക്ക് അവരുടെ ആ കറക്റ്റ് പ്രൊപ്പോർഷനിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളെ നമ്മൾ എത്ര ഏജ് ആയിട്ടുള്ളവർക്ക് പോലും അത് പോസിബിൾ ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ പറയാം. ഇവര് 66 വയസ്സുള്ള ലേഡിയാണ്, 82 കിലോ തൂക്കം, 160 സെന്റിമീറ്റർ പൊക്കം. ഇവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവര് 8 വർഷമായിട്ട് ഡയബറ്റിക് ആണ്, 6 വർഷമായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, 20 വർഷമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ട്, പിന്നെ കിഡ്നി ഡിസീസ്, കിഡ്നി ഫങ്ഷൻ കുറഞ്ഞിട്ടുണ്ട്, ഫാറ്റി ലിവർ ഗ്രേഡ് 3 ആണ്, ഡിസ്ലൈപ്പിഡീമിയ ഉണ്ട്. പിന്നെ ഏറ്റവും ബാക്കിയുള്ളതൊക്കെ ഇവർ മാനേജബിൾ ആണ്. പക്ഷെ പ്രോബ്ലം എനിക്ക് ആർത്രൈറ്റിസ് ആണ്, നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പേഷ്യന്റ് പോലെയല്ല, ഇവർ കഷ്ടിച്ച് വേദനയൊക്കെ എടുത്താണ് നടന്നു വരുന്ന പേഷ്യന്റ് തന്നെയാണ്. അപ്പൊ ഇവരോട് പറഞ്ഞിരിക്കുന്നത് നീ റീപ്ലേസ്മെന്റ് ചെയ്യണം. നടക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ നല്ല പെയിൻഫുൾ ആണ്. നീ റീപ്ലേസ്മെന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് വെരിക്കോസ് വെയിനിന്റെ വെയിനും കൂടെ ഉണ്ടാകും, കാലിന് നീരും ഉണ്ട്. പിന്നെ കാലിൽ ഡയബറ്റിക് ആണല്ലോ, അപ്പം കയ്യിലാണെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ട്, കൈക്ക് പെരുപ്പും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതുപോലെ കാലിന് കാർപ്പൽ ടണൽ സിൻഡ്രോമിന് വേണ്ടിയിട്ട് അവർക്ക് ഓൾറെഡി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 കയ്യിലും ഓപ്പറേറ്റ് ചെയ്താണ്. എന്നിട്ടും ഇപ്പം ന്യൂറോളജിക്കൽ പെയിൻ ഉണ്ട്. അതുപോലെ കാലിനും പുകച്ചിലും ഇതുണ്ട്. അത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് എല്ലാവരും ഉണ്ടാകുന്ന ഇതാണ്. അപ്പൊ അവർക്ക് ന്യൂറോപ്പതി ഉണ്ട്, നെഫ്രോപ്പതി ഉണ്ട്, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. അപ്പം ഇത് ഞാൻ എല്ലാ പോയിന്റ് ഓഫ് വ്യൂവിലും എല്ലാം ഡിസ്ക്രൈബ് ചെയ്യാൻ പോയാൽ ഒത്തിരി സമയമെടുക്കും. ബേസിക്കലി അവരുടെ ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തുടങ്ങുമ്പോൾ ശരിക്കും അവരുടെ വെയിറ്റ് 82 കിലോ ആണ്. അത് 3 മാസം കൊണ്ട് 68 കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഐഡിയലി നമ്മൾ ഉദ്ദേശിക്കുന്നത് 64 പക്ഷെ അത്രയിലേക്ക് വന്നില്ലെങ്കിലും 68 വെയിറ്റ് 12 കിലോ 14 കിലോ കുറയ്ക്കാൻ പറ്റും. ശരിക്കും ഒരു 16 കിലോ വരെയാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഗുഡ്. ആൻഡ് അവര് 1 മാസം ഡയബറ്റീസിനൊക്കെ മരുന്ന് എടുത്തുകൊണ്ടിരുന്നതാണ്. ഫസ്റ്റ് ഡേ തന്നെ ഡയബറ്റീസിന്റെ മെഡിസിൻസ് നിർത്തി. അവര് HbA1c ഗ്രാജുവലി തുടങ്ങുമ്പോൾ 7.4 ഉണ്ടായിരുന്നത് 1 മാസം ആയപ്പോഴേക്കും അത് 6 കൊണ്ടുവരാൻ പറ്റി. സെക്കൻഡ് മന്ത് ആയപ്പോഴേക്കും 5.7, തേർഡ് മന്ത് 90 days ആയപ്പോഴേക്കും 5.4 എത്തി. GFR 47 ആയിട്ട് കുറഞ്ഞു നിന്നിരുന്നത്
അത് കൂടി 90 ഡേയ്സ് ആയപ്പോഴേക്കും 74 കൊണ്ടുവരാൻ പറ്റി. കിഡ്നി ഫംഗ്ഷൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി, ന്യൂറോപ്പതി, കാലിന്റെ വേദന എല്ലാം മാറി എന്നുള്ളതാണ്. അവർക്ക് സ്മൂത്തായിട്ട് നടക്കാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇതിനകത്ത് വരുന്ന ഒന്ന് വെയിറ്റ് കുറഞ്ഞു. പിന്നെ നമ്മൾ ഈ കറക്റ്റ് ന്യൂട്രീഷൻ കൊടുത്ത് ഈ ഡാമേജ്ഡ് ആയിട്ട് ജോയിന്റും കിഡ്നിയും എല്ലാത്തിനും റിപ്പയർ ചെയ്യുകയാണ്. ഈവൻ നമ്മൾ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് ചെയ്യുന്ന ബ്ലഡ് സർക്കുലേഷൻ, നമ്മൾ ഈ എക്സസൈസ് വഴി ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്ത് വരുമ്പം ഈ നെർവ്സിനൊക്കെ വേണ്ട കറക്റ്റായിട്ടുള്ള ബ്ലഡ് സപ്ലൈ കിട്ടി അവരെല്ലാം ആ ഡാമേജിൽ നിന്ന് കറക്റ്റ്, അതായത് നമ്മൾ യൂഷ്വലി കരുതുന്ന ന്യൂറോപ്പതി തിരിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ ന്യൂറോപ്പതിയിൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും നെർവ് ഡാമേജ് ആയിട്ടുണ്ടാവില്ല. അതിന്റെ രക്തക്കൊഴലുകൾക്കും അതുപോലെ നെർവിനെ കവർ ചെയ്യുന്ന ഒരു ഷ്വാൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കായിരിക്കും മെയിൻലി ഡാമേജ് വന്നിരിക്കുന്നത്. അവരെയൊക്കെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഈ ന്യൂറോപ്പതി അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും എല്ലാം മാറാനുള്ള കാരണം. അപ്പൊ ഞാൻ ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രോഗങ്ങളുള്ളത് പറഞ്ഞത് ബേസിക്കലി ഈ രോഗങ്ങളും ഒബേസിറ്റിയും നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ഫാറ്റുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും അറിയാനാകും. ഓരോ രോഗത്തിന്റെയും കാരണം, രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗം എങ്ങനെ തുടക്കത്തിലേ കണ്ടെത്താം, വേണ്ടിവരാവുന്ന പരിശോധനാ രീതികളുടെയും ചികിത്സാ രീതികളുടെയും ഗുണദോഷങ്ങൾ, പാർശ്വഫലങ്ങൾ, അപകട സാധ്യതകൾ തുടങ്ങിയവയ്ക്കൊപ്പം ജീവിതശൈലിയുമായി രോഗത്തിനുള്ള ബന്ധത്തെയും ജീവിതശൈലി ക്രമീകരണത്തിന്റെ പ്രാധാന്യത്തെയും ശാസ്ത്രീയ വശങ്ങളെയും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോകൾക്കായി പ്ലേലിസ്റ്റ് കാണുക. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ രോഗങ്ങളും ഒരേ രോഗത്തിന് പലതരം പരിശോധനാ രീതികളും ചികിത്സാ രീതികളും ഉള്ള ഇക്കാലത്ത് രോഗത്തിന്റെ പ്രത്യേകതകളും പരിശോധനകളുടെയും മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും ഒക്കെ പാർശ്വഫലങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും അറിവുണ്ടാകേണ്ടത് ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണ്. വ്യക്തമായ ശാസ്ത്രീയമായ അറിവുണ്ടായാൽ മാത്രമേ രോഗമുക്തിക്കുതകുന്ന ചികിത്സ തിരഞ്ഞെടുക്കാനും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് സാധ്യമാക്കാനും കഴിയൂ. താങ്ക് യു.